നമസ്കാരം 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 വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടെലിവിഷനിലെ വീട്ടമ്മമാരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എല്ലാവരുടെയും പൾസ് അറിയാൻ പറ്റുന്ന ഒരു വെൽ നോൺ ഷോ ഡയറക്ടറാണ് ഇന്ന് എന്റെ മുന്നിലുള്ളത്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ സ്വന്തം ഒരു ഫാമിലി മെമ്പർ ആണ് നമ്മുടെ എവിടെയും പ്രിയപ്പെട്ട അനൂപേട്ടനാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടെലിവിഷൻ ഷോ ഡയറക്ടർ ആകുമ്പോൾ നമ്മുടെ എല്ലാ ജനങ്ങളുടെ ഒരു പൾസ് ഏകദേശമൊക്കെ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? ആണോ? ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കലായി പോവില്ലേ? ഇല്ല, നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ചേട്ടന്റെ ഓരോ ഷോസും കാണുമ്പോഴത്തേനും കറക്റ്റ് ടൈമിലാണല്ലോ അല്ലെങ്കിൽ കറക്റ്റ് ഇത് നോക്കിയാണല്ലോ പിടിച്ചേക്കണേന്ന് ഇപ്പൊ പല ഷോസും കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ ചേട്ടൻ ചെയ്ത സ്റ്റാർ മാജിക് ആയിക്കോട്ടെ, ഇപ്പൊ മ്യൂസിക്കൽ ഷോ ചെയ്യുന്നു. അപ്പം ഓരോ പ്രാവശ്യത്തെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഭയങ്കര ഒരു അപ്ഡേഷൻ വേണ്ട ഒരു മേഖലയും കൂടിയാണല്ലോ ഈ ടെലിവിഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആൻഡ് സി കേരളത്തിലാണ് ഇപ്പൊ അല്ലേ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഷോ ചെയ്തോണ്ടിരിക്കുന്നത്? സി കേരളത്തില് ഇപ്പോ സരിഗമ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ. ആക്ച്വലി ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഞാൻ പുതിയ വെഞ്ചറായിട്ട് സി കേരളത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. അത് നമ്മുടെ ചാനലിലാണോ ആദ്യം? അതെ അതെ. എന്തുകൊണ്ടാന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് പല റീസൺസും കാര്യങ്ങളും. പുതിയ ഓപ്പർച്യൂണിറ്റി വരുമല്ലോ. ഞാനിപ്പോ ആദ്യമായിട്ടല്ലോ ഒരു കമ്പനി ചേഞ്ച് ആവുന്നു. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു. എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാരുടെ ഒരു പുതിയ വെഞ്ചറാണ്. അപ്പൊ ഞാൻ അതിലേക്ക് ചേഞ്ച് ആവുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ ചേട്ടൻ ചെയ്തു വെച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ സരിഗമ സീസൺ 3 ആണ്. അത് കഴിഞ്ഞു? അത് വൈൻഡ് അപ്പ് ആയോ? അത് ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആണ്. വൈൻഡ് അപ്പ് ആണ്. അപ്പൊ അത് എല്ലാം പാക്ഡ് ആയിട്ടാണ് ഇപ്പൊ അടുത്ത ഓപ്പർച്യൂണിറ്റിയിലേക്ക്. ഇങ്ങനെ ഈ ഷോ ഡയറക്ടർ ആയിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചേട്ടന്റെ ലൈഫിൽ വന്നേക്കുന്ന ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ ഉണ്ടാവുമല്ലോ? അപ്പൊ എന്തൊക്കെ നമ്മൾ കളിച്ച് ചിരിച്ച് നടന്നാലും ഇപ്പൊ വേറൊരു ചാനലിൽ ഇപ്പൊ ഒരുപാട് ചാനൽസ് ചേട്ടൻ ഷോ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആസ് എ ഷോ ഡയറക്ടർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും ചേട്ടൻ? മെയിൻ ചലഞ്ച് പുതുമ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെ, പുതുമ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഒരുപാട് ഫോർമാറ്റുകളും എല്ലാം കേരളത്തിൽ വന്നു. എല്ലാം പുതിയ ഒരുപാട് ആൾക്കാർ പരീക്ഷിച്ചു, ട്രൈ ചെയ്ത് നോക്കി. ഇനി എന്ത് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ ടെലിവിഷനിൽ തന്നെ വ്യൂവേഴ്സ് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇപ്പോ ടോട്ടലി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഷോസിനൊക്കെ TRP വളരെ കുറവാണ്. പലരും ടെലിവിഷനിൽ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങി. ഇപ്പോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 7 മണിക്ക് ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞാൽ 7 മണിക്ക് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോ ഇതിപ്പോ അവൈലബിൾ ആണല്ലോ, ഒന്നല്ലെങ്കിൽ OTT-ലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ആൾക്കാരുടെ പ്രയോറിറ്റി ഒക്കെ മാറി തുടങ്ങി. അപ്പോ അവരിലേക്ക് ഹുക്ക് ചെയ്യുന്ന എന്ത് സംഭവം കൊടുക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ പണ്ടത്തെ പോലല്ലോ, ഇപ്പൊ ഓൺലൈനിൽ ഒരുപാട് പേര് കോണ്ടന്റ് ചെയ്യുന്നു. എല്ലാവരും ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ പണ്ടൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമായിരുന്നു ആൾക്കാർക്ക്. ഇപ്പൊ ഒരു ഷോ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാം, ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ. ഇപ്പൊ ആ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരത് ചെയ്ത് കാണിക്കുകയാണ്. ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. അപ്പൊ കണ്ടന്റ് ഇപ്പൊ കുറച്ച് ക്രൂഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാമ്പിളിങ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് വെറൈറ്റി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. അതെ, ഇപ്പൊ മ്യൂസിക്കൽ ഷോ തന്നെ കുറേ ഉണ്ട്. നമ്മുടെ ഒരു ടെലിവിഷൻ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ട് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചാനൽസിൽ പല ടൈപ്പിലുള്ള ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചേട്ടൻ ചെയ്തിരിക്കുന്നത് സരിഗമപ്പായാണ്. അപ്പം അതിലിപ്പോ രഞ്ജിനി ചേച്ചിയാണ് അല്ലേ? എനിക്കൊന്ന് കുറെ നാളിന് ശേഷമാണ് രഞ്ജിനി ചേച്ചി. അതെ, ഞാന് സ്റ്റാർ സിംഗർ ഒരു 3 സീസണോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്റെ ഒരു കരിയറിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പീക്ക് ടൈമിൽ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഏഷ്യാനെറ്റിൽ നിന്ന് മനോരമയിലേക്ക് പോകുന്നത്. ആ ടൈമില് രഞ്ജിനിയായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. രഞ്ജിനി പിന്നെ അതിനുശേഷം ഒരു മ്യൂസിക്കൽ ഷോ ചെയ്യുന്നത് ഇപ്പൊ സരിഗമ ഓൾറെഡി ഒരു ഫോർമാറ്റഡ് ഷോ ആണ്. അത് കുറെ പല ലാംഗ്വേജിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തു വന്ന് ഇവിടെ അതേ ഫോർമാറ്റിൽ അവർ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു ഷോ ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നല്ല കോണ്ടസ്റ്റൻസിനെ കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യമാണ്. ഒരു ഫോർമാറ്റഡ് ഷോയില് നമുക്ക് ഒരുപാട്
അപ്ലൈ ചെയ്യാനില്ല, പുതിയൊരു ഫോർമാറ്റ് കൊണ്ടുവരാനോ ഒന്നുമില്ല. അതിനകത്തുള്ള ആൾക്കാരുടെ ലിമിറ്റ് വെച്ച് തന്നെ. ആ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ചേട്ടന് കൂടുതൽ താല്പര്യം ചേട്ടന്റെ തന്നെ ഐഡിയാസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഷോയിനോടാണോ അതോ ഇങ്ങനെ ഫോർമാറ്റഡ് ഷോസ്? വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ, ഫോർമാറ്റഡ് ഷോ ആണ് അങ്ങനെ ഇരിക്കാനാണോ, എങ്ങനെ? ആക്ച്വലി ഫോർമാറ്റഡ് ഷോ ചെയ്യാൻ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ. ഒരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ ഒരു ഡിഫറെന്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഒരു പുതിയ സംഭവം ചെയ്തെടുക്കാന്ന് ഡിഫറെന്റ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തത് മുഴുവൻ പുതിയ പുതിയ ഫോർമാറ്റുകളാണ് പരീക്ഷിച്ചത്, സ്വന്തമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് ഏറ്റവും എളുപ്പം. കാര്യം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഫോർമാറ്റഡ് ഷോ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ആ ഫോർമാറ്റുകൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിലേക്കൊന്നും ചിലപ്പോൾ കമ്പനി താല്പര്യപ്പെടുന്നു എന്ന് വരില്ല. അപ്പൊ സരിഗമ തന്നെ നമ്മൾ ചെയ്യാൻ നേരത്ത് ഒരുപാട് അതിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. കാര്യം ഒരുപാട് പേര് കണ്ട് അതേപോലെ തന്നെ 3-4 സീസണായി അതുപോലെ തന്നെ ചെയ്യണോ നമുക്ക് പുതിയൊരു ഫോർമാറ്റിലൂടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. കാരണം എനിക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ പറഞ്ഞു, ഈ പഴയ ഷോയിലേക്ക് തന്നെയാണോ നമ്മൾ പോകുന്നത് എന്ന്. പിന്നെ ആൾക്കാർക്ക് എപ്പോഴും വേണ്ട പുതുമയാണ്. ഒരു പുതിയ ഷോ വന്നാൽ എങ്ങനെയാലും ആൾക്കാർ പോയി അതിനകത്ത് സാമ്പിൾ ചെയ്യും, ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഹുക്ക് ചെയ്യും, അവരത് കാണും. അപ്പൊ പുതുമ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഒരു പുതിയ ഫോർമാറ്റ്, സ്വന്തമായിട്ട് ഫോർമാറ്റ് ഉണ്ടാക്കി ചൈനയിലാണ് എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം. ഇപ്പൊ പണ്ടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടിവിയിൽ ആങ്കർ ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ഒരു ആങ്കർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പൊ എന്താ ഒരു ആക്ടർ ആയി കഴിഞ്ഞാൽ ഫിലിമിൽ കാണിക്കുക എന്ന് പോലെ ഒരു ആങ്കർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിവിഷൻ ഹോസ്റ്റ്, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ എന്താ പറയുക നമ്മുടെ ആഗ്രഹം സബലീകരിച്ച പോലെ. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ച്, ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പൊ സാറ്റലൈറ്റിലായിക്കോട്ടെ ഫ്രഷേഴ്സിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ നൽകി ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ചേട്ടൻ ഒരുപാട് പേർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പലരെയും ചേട്ടന്റെ ഷോയിലൂടെ അല്ലെങ്കിൽ ചേട്ടൻ ചെയ്ത ഓരോ വർക്കിലൂടെയും ഭയങ്കര ഫേമസ് ആയിട്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു ചേട്ടന്? ഇല്ല, നമ്മളൊരാളെ അതിനൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോ തന്നെ നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോ എക്സാമ്പിൾ സ്റ്റാർ മാജിക്കിൽ വന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പുതിയ ആൾക്കാരോ ഒന്നുമല്ല, അവര് പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് അവരെ ഗ്രൂം ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കൃത്യമായിട്ട് ഇപ്പൊ ഒരു സിനിമയില് ഒരു അച്ഛനമ്മ മകൾ അതുപോലുള്ള രീതിയിൽ നമ്മൾ ഓരോ ഷോയിലും അതുപോലെ കാസ്റ്റ് ചെയ്യണം. ഞാൻ എന്റെ ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ക്യാരക്ടറിന് വേണ്ടി അവരെ ഗ്രൂം ചെയ്ത് മോൾഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അവരതെടുത്ത് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ ഇരിക്കും അവര് ഹിറ്റ് ആവുന്നതും എല്ലാം. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞു കൊടുക്കാം, ഇതെങ്ങനെയാണ് പോകേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമുക്ക് കൊടുക്കുന്ന ഫീഡുകൾ കൊടുക്കാം. എന്റെ ടീമിനെ വെച്ച് ഞാൻ ഫീഡുകൾ കൊടുക്കുന്നു. ബട്ട് സ്റ്റേജിൽ കയറി ബാക്കിയെല്ലാം ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ അതെ. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഫേവറേറ്റ് ഷോ ഡയറക്ടറിന്റെ കൂട്ടത്തിൽ അനൂപേട്ടന്റെ ഒരു പേര് മിക്കവരും തന്നെ നമ്മുടെ തന്നെ ഇന്റർവ്യൂസിലൊക്കെ വരുന്നവരോടൊക്കെ, ഇപ്പൊ സ്റ്റാർ മാജിക്കിലുള്ളവരോടൊക്കെ അല്ലെങ്കിൽ ചേട്ടനായിട്ട് കണക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തവരോടൊക്കെ ഭയങ്കര എന്താ പറയാ ലൈറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ വലിയ റേസ് ആവുമോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ചൂടാകാത്ത പ്രകൃതമാണോ ആസ് എ ഷോ ഡയറക്ടർ? റേസ് ആവുന്ന വെച്ചാൽ നമ്മള് ഒരാളുടെ അടുത്ത് കോണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റേസ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് വർക്ക്ഔട്ട് ആവാൻ പോകുന്നില്ല. നമുക്ക് എന്ത് രീതിയിലാണ് അത് വേണ്ടതെന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം. പിന്നെ വെച്ച് കഴിഞ്ഞാല് റേസ് ആവേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ ഇത്രയും വലിയൊരു ക്രൂ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആവേണ്ടി വരും. നമുക്കൊരു ലൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല പ്രൊഡക്ഷൻ. അതിനകത്ത് കുറച്ച് ഡിസിപ്ലിൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് ഷാർപ്പായിട്ട് നിന്നാലേ ആ പ്രൊഡക്ഷൻ നന്നാവും. വലിയ പ്രൊഡക്ഷനിൽ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഈ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഒരു ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോ ഡയറക്ടർ ഈസി ടാസ്ക് അല്ലേ, ഒരു മൈക്കിലിരുന്നിട്ട് വെറുതെ കട്ടും ആക്ഷൻ മാത്രം പറഞ്ഞാൽ പോരെ, ബാക്കി കുറെ പേരുണ്ടല്ലോ അങ്ങനെയൊക്കെ. സത്യത്തിൽ അങ്ങനെയാണോ അനൂപേട്ട? നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് ആക്ച്വലി ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ഷോ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഷോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആണോ, റിലാക്സ്ഡ് മൂഡാണോ? അല്ല, റിലാക്സ്ഡ് മൂഡല്ല. നമ്മള് ഇപ്പൊ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലോ, നമ്മൾ അതിന്റെ ബാക്കിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്ത് ഇപ്പൊ ഒരു ഷോ ഒക്കെ ചെയ്യണമെങ്കിൽ 2-3 മാസം അതിനുവേണ്ടി പ്രീ പ്രൊഡക്ഷൻ ചെയ്യണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം.
അപ്പൊ നമ്മളൊരു ടീമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം അത് ഷൂട്ട് കഴിഞ്ഞാലും ആർട്ടിസ്റ്റിനൊക്കെ വീട്ടിൽ പോവാം. നമുക്ക് അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് എഡിറ്റ് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്യണം, ഓൺ എയർ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞാലേ നമ്മളുടെ ജോബ് അവിടെ തീരുന്നേ ഉള്ളൂ. പക്ഷെ തീരുന്നില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ഷോ ആണെങ്കിൽ നമ്മളൊരു 6-7 കൊല്ലം ഷോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഡെയിലി. അപ്പോ ഒട്ടും ഈസിയായ ടാസ്ക് അല്ല. നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. അതിനു വേണ്ടി നമ്മളുടെ പല കാര്യങ്ങളും അതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. പക്ഷെ അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറി നിൽക്കും. അതെ, ചേട്ടന് ആ ഒരു പാഷൻ നല്ലോണം ഉണ്ടെന്ന് തോന്നണം അല്ലേ? ലൈക്ക് ഷോ നമ്മള് ഒരു പാഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ഷോ ചെയ്തോണ്ടിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഒരു 2-3 ഷോ ചെയ്ത് അതിന് മതി എന്ന് പറയാം. ഇപ്പോഴും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ പല ആൾക്കാരും യങ് ജനറേഷനിലെ ആൾക്കാർ പല കോൺസെപ്റ്റുകളായിട്ട് വരാറുണ്ട്. നമുക്കിത് ചെയ്തു വർക്കൗട്ട് ചെയ്തോ. ഞാൻ അവരെ കൂടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. വർക്കൗട്ട് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ അവരെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഡക്റ്റ് വരട്ടെ. ഇനിയിപ്പോ അടുത്ത ഒരു ജനറേഷൻ വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ വരണല്ലോ. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ പല ചാനൽസ്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ TV വ്യൂവേഴ്സിന്റെ വ്യൂവർഷിപ്പ് കുറഞ്ഞു. ഇപ്പൊ പലരും നമ്മുടെ സാറ്റലൈറ്റിൽ ഒരു പ്രോഗ്രാം വെച്ചാൽ കാണണം എന്നില്ല. ഇപ്പൊ പല സാറ്റലൈറ്റ് ചാനൽസും സീരിയൽസ് മാത്രമായി കോൺസെൻട്രേഷൻ ചെയ്യുന്നു. പലരും ഇങ്ങനത്തെ ഷോസ്, ഇപ്പൊ മ്യൂസിക് ഷോ ആയിട്ട് ഡാൻസ് ഷോ ആയിട്ട് ഇങ്ങനത്തെ ഷോസ് കുറച്ച് മൊത്തം സീരിയൽസ് ആകുമ്പോഴത്തേനും ഏജ്ഡ് ആയിട്ടുള്ള കാറ്റഗറി കാണും എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞാണ് പല. അതിനോട് എങ്ങനെയാണ് ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റിൽ ഇപ്പൊ എല്ലാവരും ഫിക്ഷനിലേക്കൊക്കെ പോകുന്നത് കൂടുതലും ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ സീരിയൽസ് കാണുന്നു. സീരിയൽ കാണുന്ന പ്രേക്ഷകർ കൂടി, അതിനാണ് കൂടുതൽ റേറ്റിംഗ്. മാത്രമല്ല അതിന് സ്പെൻഡ് കുറവാണ്. ഒരു ഷോ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ആണ്. ഒരു സീരിയൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്യണം, കൂടുതൽ വർക്ക് ചെയ്യണം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഫിക്ഷൻ ആണ്. ചെറിയ എമൗണ്ടിൽ ഫിക്ഷൻ ഷൂട്ട് ചെയ്യുന്നു, അതിന് റേറ്റിംഗ് വരുന്നു. അപ്പൊ വീട്ടമ്മമാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഫിക്ഷൻസ് ആണ്. പിന്നെ റേറ്റിംഗ് വൈസും പിന്നെ സെല്ലിങ് ആംഗിളിലൊക്കെ നോക്കുമ്പോഴും അത്രയും എമൗണ്ട് തിരിച്ചു വരുന്നില്ല, പ്രോഫിറ്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സീരിയൽസ് എല്ലാം എല്ലാ ചാനലുകാരും സീരിയൽ എടുക്കും. പക്ഷെ ഫ്ലവേഴ്സ് ഏറ്റവും കൂടുതൽ നോൺ ഫിക്ഷൻ ചെയ്യുന്നു, ഒരുപാട് റീച്ച് ഉണ്ടാവുന്നു, ഒരുപാട് പേര് കാണുന്നു. അപ്പൊ ഫ്ലവേഴ്സ് മാത്രമാണ് അതിൽ കുറച്ച് മാറ്റി ചിന്തിച്ചത്. സ്റ്റാർ മാജിക് ആയിരുന്നല്ലോ. സ്റ്റാർ മാജിക് ഒരു പാട്ടാണ്, ഒരുപാട് റീച്ച് ഉണ്ടാക്കിയ ചാനലിന്, ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു ഷോയും കൂടെ അത് പോയി. അതെ, നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാ ബാക്കി ചാനൽസ് കോമ്പറ്റീഷൻ ഉണ്ടോ? ബാക്കി കുറെ ചാനൽസിൽ ഷോ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എങ്ങനെ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കോമ്പറ്റീഷനും അങ്ങനത്തെ സ്പിരിറ്റിലുള്ള ആൾക്കാരാണോ? കോമ്പറ്റീഷൻ ചാനലുകൾ തമ്മിലുണ്ട്. പക്ഷെ അങ്ങനെ ഷോ ഡയറക്ടേഴ്സ് തമ്മിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ചാനലിലെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് എനിക്ക്. അവരായിട്ട് സംസാരിക്കാറുണ്ട്, ഞങ്ങൾ പുറത്ത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങളത് പരസ്യമാക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഓഫീസ് സീക്രട്ട് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ആഫ്റ്റർ ഓൾ എല്ലാവരും ഹ്യൂമൻ ബീങ് ആണല്ലോ. ചാനൽ വിട്ട് ഇറങ്ങിയാലും നാളെ പുറത്ത് എല്ലാവരും വെച്ച് കാണേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ മാക്സിമം എന്നെ അറിയുന്ന, മാത്രമല്ല ഇത്ര നാളത്തെ ചാനൽ ജീവിതത്തിന്റെ ഇടയിൽ ഒരുപാട് പേരെ നമ്മള് ഇപ്പൊ ഇൻ ടച്ച് ആയി. ഇപ്പൊ ഞാനൊരു ചാനലിൽ 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്തതാണ് ഫ്ലവേഴ്സിൽ. പിറ്റേ ദിവസം വേറെ ചാനലിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെ വെച്ച് പുറത്ത് വെച്ച് കാണുമ്പോൾ നമ്മളവരോട് സംസാരിക്കേണ്ടി വരും. അവരായിട്ട് കൂടുതൽ പേഴ്സണലായിട്ട് ഇതിനകത്തൊരു റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതൊരു കമ്പനി മാറിയെന്ന് വിചാരിച്ചിട്ട് ചേഞ്ച് ചെയ്യണതിൽ എനിക്ക് വലിയ യോജിപ്പില്ല. ഇപ്പൊ ചെന്നൈ സരിഗമപ്പയില് ചെന്നൈ സ്റ്റോറീസ് ഒക്കെ ചെന്നൈയിലാണോ ഷൂട്ട്? എപ്പോഴും നിങ്ങൾ ഒരു ട്രിപ്പ് മൂഡ് പോലെ എപ്പോഴും ഇങ്ങനെ സ്റ്റോറീസ്? ചെന്നൈയിലാണ്. ഇപ്പൊ കൊച്ചിയില് ഫ്ലോർ അവൈലബിലിറ്റി കുറവായിരുന്നു. അപ്പൊ ചെന്നൈയിൽ തമിഴ് ഷൂട്ട് ചെയ്ത അതേ സെറ്റിലാണ് സരിഗമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മലയാളം. അപ്പൊ അപ്പൊ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യണം എല്ലാ മാസവും. ഒരു ചെന്നൈ ട്രിപ്പ് ഉണ്ടല്ലേ? അത് അവിടെ തന്നെയാണോ? അല്ല, നമ്മള് ഷൂട്ട് ബാക്കിയുള്ള പ്ലാനിങ് ഇവിടെ നടത്തും, ഷൂട്ട് അവിടെയാണ്. പക്ഷെ പാട്ടിന് അത് എത്രമാത്രം അനുയോജ്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വോക്കൽ
പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ട്രാവല് എല്ലാം ആക്ച്വലി കൊച്ചി തന്നെ നടത്തുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ, ഇപ്പൊ ഒരു ഗ്രൂപ്പ് വർക്ക് ആകുമ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ പലർക്കും നമുക്ക് എത്രമാത്രം അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് 2 ദിവസം യാത്ര ചെയ്ത് അവിടെ ചെന്ന ആൾക്ക് ചിലപ്പോൾ ക്ലൈമറ്റ് മാറുമ്പോൾ സൗണ്ട് മാറും, പാടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ സമയത്തൊക്കെ നമ്മളും കുറച്ച് ഡെസ്പ് ആവും, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പുതിയ ഓപ്പർച്യൂണിറ്റിന് വേണ്ടി ഞാൻ സീക്രട്ടിൽ റിസൈൻ ചെയ്തു. അപ്പൊ എന്താണ് പുതിയ ഓപ്പർച്യൂണിറ്റി? ഫിലിമിലേക്കാണോ, എങ്ങനെയാണ്? ഉണ്ട്, ഫിലിം ഡെഫിനറ്റ്ലി ഉണ്ട് നമ്മുടെ ഒരു സൈഡിൽ. ഓക്കെ, ഇപ്പൊ ഫിലിം അല്ല, നമ്മൾ വേറെ കുറച്ച് വെഞ്ചർ ഉണ്ട്. നമ്മൾ കുറെ നാൾ മുമ്പ് പ്ലാൻ ചെയ്തിട്ടുള്ള കുറെ സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. അത് പറയാറായിട്ടില്ല. നമ്മൾ വീണ്ടും ഒരു ദിവസം കാണുമ്പോ സംസാരിക്കും. അതെ, സാറ്റലൈറ്റ് ആണോ എങ്ങനെയാ? പുതിയ ഉണ്ട്, എല്ലാം ഉണ്ട്. സാറ്റലൈറ്റ് ഓൺലൈൻ എല്ലാം ഉണ്ട്. ഓക്കെ, ഞങ്ങളൊക്കെ അങ്ങ് നോക്കിക്കോളൂ കേട്ടോ. പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കേട്ടോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനെ മുൻപന്തിയിൽ വെച്ചേക്കണം. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഇനി പ്രിപ്പറേഷൻസും കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലേ അപ്പൊ ഒരു ഇത്രയും ചാനൽസ് ഇങ്ങനെ കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഞാൻ ചോദിക്കുക, ഏത് ചാനലായിട്ട് കുറച്ച് ഇമോഷണലി കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയേക്കുന്ന ഒരു ചാനലുണ്ടോ പേരെടുത്ത് പറയാൻ പറ്റിയ? ഇമോഷണലി കണക്ഷൻ കമ്പനിയോടല്ല, നമുക്ക് അവിടെ ഇരിക്കുന്ന ആൾക്കാരോടായിരിക്കും. കമ്പനിയോടാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മളവിടെ നല്ല രീതിയിൽ ആരൊക്കെ ഡീൽ ചെയ്തു, നമ്മളെങ്ങനെ നല്ല ടേക്ക് കെയർ ചെയ്തു, എങ്ങനെയാണ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇപ്പോഴും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നമ്മള് ഏത് ചാനലാണോ നല്ലത് എന്ന് തീരുമാനിക്കേണ്ടത്. മനസ്സിലായി. അപ്പൊ ഞാൻ പല ചാനലിലും പോയി, പല സ്ഥലങ്ങളിലും പലരും ഉണ്ട്. ഇപ്പൊ പലരും അവിടെ ഇല്ല. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റത്തില്ല ഏത് ചാനലോട് ഇഷ്ടമെന്ന്. വ്യക്തികളെ ചോദിച്ചാലോ, ഏത് കുറച്ചും കൂടെ ചേട്ടന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആസ് എ ഷോ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ചേട്ടനെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ മോൾഡ് ചെയ്തു എന്നൊക്കെ ചേട്ടൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെ പറയും? അതിപ്പോഴും പുതിയ ജോയിൻ ചെയ്യാൻ പോണ കമ്പനിയിലെ ബോസ് തന്നെയാണ്, അനിൽ അരൂർ എന്ന് പറയും. പുള്ളിയായിട്ട് ഒരു 15-18 കൊല്ലമുള്ള ഒരു റിലേഷൻ ആണ്. മോർ ദാൻ എ ബോസ്. ഞങ്ങൾ എപ്പോഴും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും കാര്യങ്ങള്. ബട്ട് വർക്ക് വരുമ്പോ കറക്റ്റ് ബോസ് തന്നെ ആയിരിക്കും അദ്ദേഹം. പക്ഷെ നമുക്ക് എന്തും തുറന്നു പറയാം. നമുക്കൊരു ഇപ്പൊ ഞങ്ങളൊക്കെ ഗ്രൂം ചെയ്യണത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ എങ്ങനെ പോകുന്നു, ഇപ്പൊ ഒരു കോണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് ചെല്ലുമ്പോ അത് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ, നമുക്കൊരു അടുത്തൊരു ഒപ്പീനിയൻ ആരടുത്ത് ചോദിക്കണം എന്ന് തോന്നുമ്പോ ഏറ്റവും ബെസ്റ്റ് എനിക്ക് അനിൽ സാറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, കാര്യം അനിൽ സാറ് ഒരുപാട് ഇപ്പൊ ഏറ്റവും അവസാനം റിപ്പോർട്ടർ ഒരു ബെസ്റ്റ് പൊസിഷനിൽ എത്തിയതിനു ശേഷമാണ് സാർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ്. 24 ഓപ്പൺ ചെയ്തു അദ്ദേഹം തന്നെയാണ്. കേരളത്തിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ബട്ട് പുതിയൊരു വെഞ്ചർ എന്റെ ഭാഗമായിട്ട് ഇറങ്ങേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇറങ്ങി. ഇപ്പൊ നിങ്ങളുടെ ഇനി അല്ലെ പുതിയ വെഞ്ചറിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റാർ മാജിക് നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത ഒരു റിയാലിറ്റി ഷോ. അതൊരു റിയാലിറ്റി ഷോയ്ക്ക് ഉപരി ഭയങ്കര കണക്ഷൻ ആണ്. അവിടുത്തെ കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, ഓഡിയൻസ് ആയിട്ട് ഭയങ്കര, ബാക്കിയെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഒരു വിന്നർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റൗണ്ട്സ് ഉണ്ടെന്ന്. പക്ഷെ സ്റ്റാർ മാജിക് എന്ന് വെച്ചാൽ എനിക്കൊരു തോന്നിയിട്ടുണ്ട് ഒരു ദിവസം അതിൻ്റെ അടി ആ ഗെയിംസ് ഒക്കെ കളിക്കാൻ ഒരു ഫൺ, എന്താ പറയാ, ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ കയറിയ ഫീൽ. അവിടെ ഫൺ ഉണ്ട്, അവിടെ കോമഡി ഉണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് ഇത്രയും സ്വീകാര്യത കിട്ടിയത്. അപ്പൊ അതിലത്തെ ഓരോ പേർക്കും ഭയങ്കര സെലിബ്രിറ്റികൾക്ക് തുല്യം റീച്ചുകളാണ്. ഇപ്പൊ ഇൻക്ലൂഡിങ് ലക്ഷ്മി ചേച്ചി തന്നെ പല സ്ഥലത്തും, അല്ല ലക്ഷ്മി ചേച്ചിയുടെ ഒരു കംബാക്ക് ആയിരുന്നു സ്റ്റാർ മാജിക്, ടമാർ പടാറിലൂടെ വന്നു. അതിലത്തെ ഓരോ കണ്ടസ്റ്റന്റിനെ ഇപ്പൊ ഈ ഷോ തുടങ്ങുമ്പോൾ ചേട്ടൻ വിചാരിച്ചു ഇത്രയും ഹിറ്റോ അല്ലെ ഇത്രയും ജനങ്ങൾ സ്വീകരിക്കുന്നത്, കാരണം വേറെ ഒരു ജോണറും കൂടെ ആണല്ലോ, ആസ് എ പാറ്റേൺ എല്ലാം ഒന്ന് പൊളിച്ചടക്കിയ ഒരു ഷോ ആയിരുന്നല്ലോ. അപ്പൊ ഇത്രയും വിചാരിച്ചിരുന്നോ സക്സസ് ആവുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങളും ഒരു ഹാപ്പി മൂഡിൽ ഷൂട്ട് ചെയ്ത ഒരു ഷോ ആയിരുന്നു അത്. സത്യം പറഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ മാത്രം ഒതുങ്ങി അത് തീരട്ടെ എന്നുള്ള വിചാരിച്ച് ഒരു ഫെസ്റ്റിവൽ പോലത്തെ ഒരു ഷോ മാത്രമായിരുന്നു. അവിടെ അന്ന് ഞങ്ങള് ഭയങ്കര ഈ പറഞ്ഞ പോലെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സംഭവം ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, പോകുന്നു. അതിന്റെ മുന്നിലും പിറകിലും ഒരേപോലെ തന്നെയായിരുന്നു. ആ ഷോ കാണുന്ന പോലെ തന്നെയായിരുന്നു. അത്യാവശ്യം എല്ലാവരും വോക്ക് ചെയ്ത്, അതൊരു വോക്കല്ലായിരുന്നു, എല്ലാവർക്കും ഒരു
ഒരു ഫെസ്റ്റിവൽ പോലെ ഒരു ഉത്സവം പോലെ ആയിരുന്നു. അതിന്റെ സെറ്റും എല്ലാം എല്ലാവർക്കും അത്യാവശ്യം ഫ്രീഡം എല്ലാം ഉണ്ടായിരുന്നു. ഞാനും അത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നോക്കുക അത് തന്നെയാണ്. അപ്പൊ ചേട്ടാ ഇപ്പൊ ഈ സ്റ്റാർ മാജിക് തിരിച്ചു വരുന്നുണ്ടോ? കാരണം ചേട്ടൻ ഒരു Q&A ഇട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പൊ എല്ലാരും നെക്സ്റ്റ് ചേട്ടന്റെ ഈ പുതിയ വെഞ്ചറിനെ കുറിച്ചാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആ സമയത്ത് നമ്മൾ വിചാരിച്ചത് റീലോഡിങ് സ്റ്റാർ മാജിക് 2 അല്ലെങ്കിൽ അത് വീണ്ടും ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. അപ്പൊ സ്റ്റാർ മാജിക് തിരിച്ചു വരുന്നുണ്ടോ? ഞാൻ വളരെ യാദൃശികമായി ഇവിടുന്ന് റിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുതിയ എന്ത് നമുക്ക് ആൾക്കാർ ഇപ്പൊ എന്താണ് മാർക്കറ്റ്, നമ്മളുടെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് സരിഗമയുടെ ഒക്കെ പോകുന്ന അപ്ലോഡൊക്കെ ചെയ്യാറുണ്ട്, ലേറ്റസ്റ്റ് പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അധികം ആൾക്കാരൊന്നും അങ്ങനെ ഗ്യാദർ ചെയ്യാറില്ല ഫോട്ടോസിനും എല്ലാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം റീച്ച് കുറവായിരിക്കും അങ്ങനെയാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം രാവിലെ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു പുതിയൊരു വെഞ്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പോഴെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടു, ഒരു Q&A പോലെ പ്ലാൻ ചെയ്തു. അതിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴാണ് മനസ്സിലായത് അത്രയധികം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ഒരു 75-80% ആൾക്കാരും സ്റ്റാർ മാജിക് ചോദിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഇത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും, ഒരേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഞാൻ ആക്ച്വലി സ്റ്റാർ മാജിക്കിന് വേണ്ടിയിട്ടല്ല ക്വസ്റ്റ്യൻ ഇട്ടത്, എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അറിയാൻ വേണ്ടി, ആൾക്കാർ ഇങ്ങനത്തെ ഷോ ഒക്കെയാണ് കാണുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഒരുപാട് പേര് കണ്ടു. എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ആ സ്റ്റോറി ഒരുപാട് മെൻഷൻസ് വന്നു, ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത്, ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇനി തുടങ്ങേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ട് മടുത്തില്ലെന്ന് വരെ ഞാൻ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറയണ ഇപ്പൊ കൂടുതൽ പ്രവാസികളാണ്, ഞങ്ങളുടെ രാത്രി കാലങ്ങളിൽ ഞങ്ങള് ടയർഡായി വന്ന് കണ്ട് ഉറങ്ങുന്ന ഷോ ആണ്, അത് ഞങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നുണ്ട് പഴയ എപ്പിസോഡ് പിന്നെയും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തു, ഒരുപാട് നമ്മൾ ചെയ്തു. ഇനിയിപ്പോ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല ഇതിനകത്ത് ചെയ്യാൻ, കാരണം അത്രയധികം ഒരു 1000-ഓളം എപ്പിസോഡ് ചെയ്ത് പോയ ഷോ ആണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെയാണ് ഞാൻ എന്റെ കഴിഞ്ഞ ദിവസം ഗാലറി സെർച്ച് ചെയ്തപ്പോ പഴയൊരു ഫോട്ടോ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ചെറിയ, അതന്ന് റീലോഡ് ചെയ്യുന്ന സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞാൻ അത് ചുമ്മാ അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്ലോഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായത് ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അത്ര റീച്ച് ഉണ്ടായിട്ടില്ല ഒരു ഫോട്ടോയ്ക്ക്. അപ്പൊ അത്രയധികം വന്ന് കിടക്കുക. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരു വേറൊരു ഗെറ്റപ്പിലാണ് എല്ലാവരും വന്ന് നിന്ന്, ഞാൻ പഴയ ഒരു ക്യാപ്ഷൻ വെച്ച് എഴുതിയിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് വന്ന് മെസ്സേജ്, കമന്റ്, ലൈക്സ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്ര ആൾക്കാര് സ്ഥിരം ഇത് വഴി പോയിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അവരെല്ലാം ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇപ്പോഴും 1 കൊല്ലത്തോളം ആയത് നിർത്തിയിട്ട് ഷോ. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു. ഞാനിപ്പോ ഈവൻ ചെന്നൈയിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും പലരും വന്ന് ചോദിക്കുന്നത് എന്തിനാ ഷോ നിർത്തിയത്. പലരും ഇപ്പോഴും ഞാൻ ഫ്ലവേഴ്സിൽ ഉണ്ടെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത്. ബാക്കി ഇപ്പോഴത്തെ അപ്ഡേഷൻ ഒന്നും ആൾക്കാർ അറിയുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് അത്രയും റീച്ച് ഉണ്ടായിരുന്ന ഒരു ഷോ ആണ്. പലരും ചോദിക്കുന്നു തിരിച്ചു വരുമോന്ന്. അത് അതിന്റെ ഒരു സമയം കഴിഞ്ഞു, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോ തിരിച്ചു വന്നാലും അതിന്റെ അത്ര എത്തുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം എനിക്ക് തന്നെ അത് അതിന്റെ മേലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോ അതുപോലെ വേറെ ഏതെങ്കിലും ഷോ വരുമായിരിക്കും. നന്നായി വരട്ടെ. ഇനി പുതിയ വെഞ്ചറിൽ അതൊക്കെ കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കാറ്. ഇപ്പൊ സ്റ്റാർ മാജിക് ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കും, ഇപ്പൊ അവിടെ അവരെല്ലാരുമായിട്ട് കണക്ഷൻ ഉണ്ട്, കാരണം ടീമിന്റെ കല്യാണം അല്ലേ? ടീമിന്റെ കല്യാണം ആയി, അതിന്റെ പ്ലാനിങ്ങുകളൊക്കെ നടക്കുന്നു. പലരും കുറച്ചുപേരൊക്കെ വിളിക്കാറുണ്ട്, എല്ലാവരും ഇല്ലെങ്കിൽ പോലും. പലരും പല സ്ഥലങ്ങളിൽ സ്പ്രെഡായി, പലരും പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് കാണും. ചിലര് വിളിക്കാറുണ്ട്, അടുത്ത ഓക്കായോ എന്തായി എന്നൊക്കെ ചോദിച്ച്. ഇപ്പൊ ഞാൻ ഒരു സോങ്ങിന്റെ ഷോ ചെയ്യുന്നതുകൊണ്ട് അധികം ആൾക്കാർ വിളിക്കുന്നില്ല. ടീം അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, എപ്പോഴും ടീമായിട്ട് എപ്പോഴും ടച്ച് ഉണ്ട്. പുള്ളിയുടെ കല്യാണമായി എന്നൊക്കെ പറഞ്ഞു. അല്ല ഇപ്പൊ ചേട്ടൻ കൊണ്ടുവന്നേക്കണം അവിടെ കുറച്ച് കണ്ടസ്റ്റൻസ് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങളുണ്ട്. അവരൊക്കെ നല്ല നിലയിൽ എത്തി എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. അതെ, കാര്യം പലരും അധികം
അത്ര ഫേമസ് ആയിരുന്നല്ലോ. അതെ അതെ ആ ഷോയിലൂടെ എല്ലാവരും ഫേമസ് ആയി. അതെ അത് തന്നെ വലിയ കാര്യമാണ്. അതെ സത്യം. പക്ഷെ അവർക്ക് വേറൊരു മുഖം ഉണ്ടെന്നും അവരുടെ ഒരു നിഷ്കളങ്കമായ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ആൾക്കാരിലേക്ക് പച്ചയായി കാണാൻ പറ്റി ആ ഷോയിലൂടെ. അതെ 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 അതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്ര ഫാൻസ് ഒക്കെ എല്ലാവർക്കും. അതെ അതെ സത്യം. ഈ പച്ചയായി കാണാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ്, പച്ചയായി കാണിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. ഇപ്പൊ ബിഗ് ബോസിൽ ചേട്ടന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അനിമോള്. അനിമോളെ ഇത്രയും പ്രേക്ഷകരെ സ്വീകാര്യമാക്കിയത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ തുറന്ന് കാണിച്ചത് എനിക്കൊന്ന് സ്റ്റാർ മാജിക്കിലത്തെ സ്റ്റാർ മാജിക് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നാണോ? അങ്ങനെ ആണ്. ഞാനെന്താ ഈ ചോദ്യം വരാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. കാരണം അനിമോള് കേൾക്കുമ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് ആണ് ഓർമ്മ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർ മാജിക്കിലൂടെയാണ് അനിമോളെ കുറച്ചും കൂടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ട്, ചേട്ടന് സമയം കിട്ടാറുണ്ടോ എന്ന് ആദ്യം ഞാൻ ചോദിക്കുകയാണ്. കാണാറുണ്ടോ വെച്ച് ഞാൻ എപ്പിസോഡ്സും കാണാറില്ല. പിന്നെ എല്ലാ ഷോർട്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ ഒരുപാട് റിവ്യൂ വീഡിയോസും എല്ലാം കാണാറുണ്ട്. അത് ഇടയ്ക്ക് വരുമ്പോ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോ കാണാറുണ്ട്. അല്ലാതെ യൂഷ്വൽ ആയിട്ട് കാണുന്ന ഒരാളല്ല. ഇല്ല അല്ലെ. മറ്റേ സരിഗമപയുടെ ഷൂട്ടിംഗ് ഫ്ലോറും ബിഗ് ബോസിന്റെ അതും അടുത്തടുത്താണോ? ഞങ്ങള് നൈബേഴ്സ് ആണ്. നെയ്ബേഴ്സ് ആണ്. അവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളൊക്കെ കാണിക്കാറുണ്ടോ? ഇല്ല, അതില് ക്രൂവൊക്കെ ഇടയ്ക്ക് വരുമ്പോ പറയാറുണ്ട് ചേട്ടൻ അനുമോൾ അവിടെ നിൽപ്പുണ്ട്. ആണോ? ഞാൻ പറഞ്ഞൊക്കെ ഞങ്ങൾ ഇപ്പുറത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതല്ല, മറ്റേ മറ്റേ ഷിയാസിക്ക ഒക്കെ ഒരു എൻട്രി സമയത്ത് പ്ലാച്ചിനെ പുറത്തേക്ക് എറിഞ്ഞായിരുന്നു. അത് നിങ്ങളുടെ അവിടെയാണോ എത്തിയത്? ഷിയാസ് പോകുമ്പോ പറഞ്ഞിരുന്നു പ്ലാച്ചിനെ എറിയും പിടിച്ചോളാൻ. അത് വിറ്റായിട്ടുണ്ട്. മറ്റേ പ്ലാച്ചിനെ എറിഞ്ഞപ്പോ അതിപ്പോ ഞാൻ ചോദിച്ചത്. അവിടുന്ന് ഒരു ഒച്ചപ്പാടൊന്നും കേൾക്കാറില്ല അനുവിന്റെ കാര്യത്തിൽ? ആ സമയത്തൊന്നും അല്ല, അത് കുറച്ച് അകത്താണ്. നമുക്ക് അങ്ങനെ കുറച്ച് സൗണ്ട് പ്രൂഫ് ഒക്കെ ആണല്ലോ സ്റ്റുഡിയോസ്. നമുക്ക് അതൊന്നും നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. ഇപ്പൊ ഈ അനുമോൾ നമ്മളെല്ലാരും കണ്ട ഒരു അനുമോളുണ്ട് സ്റ്റാർ മാജിക്കില്. ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ, അല്ലെങ്കിൽ എല്ലാവരോടും തൊട്ടാ പൊട്ടുന്ന ഒരു പോലത്തെ ഒരു പ്രകൃതം. ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ ചേട്ടൻ ഫുൾ എപ്പിസോഡ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആ അനുമോള് തന്നെയാണോ റിയൽ അനുമോൾ? ബിഗ് ബോസും സ്റ്റാർ മാജിക്കും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. പക്ഷെ ചേട്ടൻ എന്താണ് അനുമോൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയുന്ന ചേട്ടനാണല്ലോ. ശരിക്കുള്ള അനുമോൾ അത് തന്നെയാണ് ഓൾമോസ്റ്റ് ഒക്കെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർ മാജിക്കിലൂടെ കണ്ടിരിക്കുന്നത് അനുമോളുടെ കുറച്ച് ക്യൂട്ട്നെസ്സും കുട്ടിത്തവും അങ്ങനെയുള്ള കുറച്ച് സംഭവമാണ്. സ്റ്റാർ മാജിക്കിന് പുറത്ത് കുറച്ച് അനുമോളുണ്ടല്ലോ. ഇതെല്ലാം കൂടി കൂടിച്ചേർന്നപ്പോ ബിഗ് ബോസിൽ അനുമോളായി. നിങ്ങളുടെ അടുത്തും കാണിക്കുക അല്ലേ, ഔട്ട് ഓഫ് ക്യാമറയും ഇതും. ഇപ്പൊ അനുമോൾക്ക് കുറെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും അനുമോൾക്ക് എതിരാണ്. അനുമോള് ഇപ്പൊ ഏറ്റവും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അനുമോളുടെ കരച്ചിൽ കാർഡ് ഇറക്കുന്നു, തൊട്ടാ കരയുന്നു, എപ്പോ പറഞ്ഞാലും കരയുന്നു. അങ്ങനെയാണോ റിയൽ ലൈഫിൽ അനുമോള് പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്? കരയ്ക്ക് എളുപ്പമാണ്. ഒരുപാട് തവണ സ്റ്റാർ മാജിക്കിൽ കരഞ്ഞിട്ടുണ്ട്. ഞാൻ അനുമോളിനെ എന്റെ അടുത്ത് അനുമോള് പോകുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിരുന്നു, പോകണോ വേണ്ടയോ. അപ്പൊ അനുമോള് പറഞ്ഞു വേറെ വർക്കുകളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും ഷോ ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കറിയില്ല, അതിന്റെ തീരുമാനം അനുമോളാണ് എടുക്കേണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അനുമോള് തിരിച്ചു വരുമ്പോ എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല. അകത്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും. അനുമോൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. വേണോ പോകണോ വേണ്ടയോ എന്നൊക്കെ ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. ഞങ്ങള് ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ചോദിക്കുന്നു അറിയാലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഞാൻ ചോദിച്ചു നീ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇതിന്റെ സീസണിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ടാണ് തീരുമാനം എടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇല്ല ചേട്ടാ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം അത് പോയി കാണും, അതിനുശേഷം ആലോചിക്കും പോണോ വേണ്ടയോ. അനുമോള് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കൊറേ നാളുകള് 1-2 മാസമൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട് ചേട്ടാ പോണോ. അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അനുമോൾക്ക് ഓൾറെഡി ഫെയിം ഉണ്ട്, എല്ലാം ഉണ്ട്. അനുമോൾക്ക് വേറൊരു ഇമേജ് ഇതിലുണ്ട്, ഇതിൽ പോയിട്ട് അത് മാറരുതെന്ന് പറഞ്ഞിരുന്നു. അത് അനുമോളാണ് തീരുമാനിക്കേണ്ടത്. ചേട്ടന് എന്ത് തോന്നി? മാറിയോ? എന്തെങ്കിലും വ്യത്യാസം വരുത്തിയോ? അങ്ങനെ വല്ലതും തോന്നിയോ? കുറച്ച് മാറിയിട്ടുണ്ട്. അനുമോളുടെ രൂപം മാറി, ക്യാരക്ടർ മാറിയിട്ടുണ്ട്, ഭാവം മാറി. ഇത്ര ദിവസം പിടിച്ചു നിൽക്കൂന്ന് പ്രതീക്ഷിച്ചില്ല. ഇത്രയും അനു പറഞ്ഞിരുന്നു പോവാൻ നേരത്ത് ചേട്ടാ ചിലപ്പോ ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വരുമായിരിക്കും. പക്ഷെ അത്രയും ദിവസം നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അനുമോളൊരു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പലരും പറയണ കേട്ടോ അനുമോള് പരിപാടിക്ക് പറ്റിയ ആളാണ്.
ഈ അനുമോള് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഞാൻ പൈസ കൊടുത്ത് ഞാൻ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കാനല്ല. വേറെ കണ്ടസ്റ്റൻസിനോട് പറയുന്നതാണ്, ഞാൻ ഇവിടെ എന്നെ ബിഗ് ബോസ് ഇവിടെ വിളിച്ചു വരുത്തേക്കുന്നത് വെറുതെ ഇരുത്താനല്ല, എനിക്ക് പൈസ തരുന്നുണ്ട്, ഞാൻ അപ്പൊ കണ്ടന്റ് കൊടുക്കണം. അപ്പൊ മിനിറ്റിന് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. സ്റ്റാർ മാജിക്കിൽ അങ്ങനെയായിരുന്നു കണ്ടന്റുകൾ ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ പറയുന്നത് നിങ്ങള് ആക്ച്വലി നമ്മളെല്ലാം ഫ്രണ്ട്സ് ആണ്, പക്ഷെ നിങ്ങളിവിടെ വരുന്നത് ഡെലിവറി ചെയ്യാനാണ്. അപ്പോ ഇവിടെ വരുമ്പോ നമ്മൾ പേ ചെയ്യുമ്പോ നിങ്ങൾ ഡെലിവറി ചെയ്യണം, നിങ്ങളുടെ മാക്സിമം ഔട്ട്പുട്ട് തരണം. അതേ ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ ഡയലോഗ് തന്നെ അവിടെ അടച്ച് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തതാ അല്ലേ? പഠിപ്പിച്ചു കൊടുക്കാറ് ഞങ്ങള് പറയും. ഇപ്പൊ അനുമോൾ ഒരു എപ്പിസോഡില് ഡൗൺ ആയി കഴിഞ്ഞാൽ ഞങ്ങള് പറയാം അനുമോൾ ശരിയാവില്ല, ചാർജ് ആവണം. അപ്പൊ അനുമോളുടെ എന്തെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അപ്പൊ അനുമോൾ അത് ചേഞ്ച് ആവണം എന്ന് പറയും. അപ്പോ ഞങ്ങള് പറയും, അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒക്കെ പോയി പറയും അനുമോൾ പൈസ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അനുമോള് കണ്ടന്റ് കൊടുക്കണം. അതെ, എനിക്കത് ഞാൻ റീലില് കണ്ടു, പക്ഷെ എനിക്കത് വലിയ സംശയം അതിശയം തോന്നിയില്ല. ഇപ്പൊ എനിക്ക് കേട്ടപ്പോഴോ ഓക്കെ. അപ്പൊ അന്നൊക്കെ പഠിപ്പിച്ച എല്ലാം അനുമോള് ഓൾമോസ്റ്റ് സ്റ്റാർ മാജിക് തന്നെയാണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ആണോ? സ്റ്റാർ മാജിക്കിൽ ഇത്ര ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? മാജിക്കിൽ എന്ന് വെച്ചാൽ പിന്നെ ടാസ്കും ടാസ്കിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ അനുമോൾ സ്റ്റാർ മാജിക് ടാസ്ക് ചെയ്തുകൊണ്ട് ബിഗ് ബോസിൽ എന്തെങ്കിലും ടാസ്ക് കൊടുക്കും, ഇത് അനുമോള് കൊടുക്കും പെർഫോം ചെയ്യും. ഇതൊക്കെ സ്റ്റാർ മാജിക്കിൽ ഇതിലും വലിയത് കണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പ്രേക്ഷകരുടെ കമന്റ്സുകളും അല്ല നമ്മൾ തന്നെ ഇങ്ങനെ ഉള്ളിന്ന് എടുത്ത് പറയാറുണ്ടായിരുന്നു. അവിടെ എങ്ങനെയാ അനുമോൾ സ്റ്റാർ മാജിക്കില് ടാസ്കുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? മുൻപന്തി തന്നെയായിരുന്നോ? ഉണ്ട്, അനുമോൾക്ക് വരുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. കാര്യം അവിടത്തെ ആ സ്റ്റേജില് വേറെ ആർട്ടിസ്റ്റ് ഇതിനേക്കാളും ആക്സെപ്റ്റൻസ് അനുമോൾക്ക് കിട്ടണമെന്നുണ്ട്. അത് തന്നെയാണ് അവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു അറ്റൻഷൻ അനുമോളിലേക്ക് പോകണം. അറ്റൻഷൻ സീക്കറാണ്. അപ്പൊ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്തോണ്ടിരിക്കും. അത് ആ സമയത്ത് തോന്നുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയും ദിവസം നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ അനുമോളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അനുമോളെ സ്റ്റാർ മാജിക് കൊണ്ടുവന്ന അനുമോളുടെ എല്ലാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതല്ല അങ്ങനെയല്ല, സീക്രട്സുകളൊന്നുമല്ല. എന്ന് വെച്ചാൽ അനുമോളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്റെ വീട് അല്ലെങ്കിൽ കുടുംബം അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അനുമോൾ എന്ന് അറിയുന്ന വ്യക്തിയാണോ ചേട്ടൻ? ഞാൻ അങ്ങനെ ഞങ്ങള് ഒരുപാട് എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അനുമോള് ഭയങ്കരമായിട്ട് പൈസയൊക്കെ സേവ് ചെയ്യുന്ന ആളാണ്. സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് ഇപ്പോ കാറ് വാങ്ങിച്ചു, വീടെല്ലാം സ്ഥലം വാങ്ങി, വീടൊക്കെ കുറച്ചുകൂടി റിനോവേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ കണ്ടപ്പോ സന്തോഷം തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് ഡിഫറെന്റ് ആയി ഇപ്പൊ അനുമോള് പെട്ടെന്ന് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോകണമെങ്കിൽ ചിലപ്പോ അതിൽ എത്ര എക്കണോമിക് ആയിട്ട് പോകാൻ പറ്റുന്ന അനുമോള് ചിന്തിക്കും. ഇപ്പൊ വേണമെങ്കിൽ അനുമോൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് വേണമെങ്കിൽ അനുമോൾക്ക് കാറ് ഒരു ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് തിരിച്ചു പോകാനുള്ള സാമ്പത്തിക അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷെ അനുമോളെ ചെയ്യില്ല. അപ്പൊ അതിന്റെ 1/4 പൈസ കൊടുത്താ ബസ്സിൽ കയറി വരാം, ഒരു എയർ ബസ്സിൽ വന്ന് പോവാം. അപ്പൊ അനുമോള് അങ്ങനെയൊക്കെയാണ് പൈസ സേവ് ചെയ്തോണ്ടിരുന്നത്. ഈ അനുമോളെ പറ്റിയാണോ 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തു? 16 ലക്ഷം രൂപയ്ക്ക് PR എനിക്ക് തോന്നുന്നില്ല. എല്ലാരും ഇത് തന്നെയാണോ? കാര്യം എന്താന്ന് വെച്ചാ ഞാൻ തന്നെ PR ചെയ്യണമെന്ന് ഇഷ്ടംപോലെ പേര് പറഞ്ഞോണ്ട് നടക്കണ്ട. ഞാന് ഇട്ടപ്പോ ചേട്ടനായിരിക്കും PR ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തതല്ലേ. ഒരാള് വരുമ്പോ നമുക്ക് അവർക്ക് വേണ്ട ഡാറ്റാസ് കൊടുക്കുക, അല്ലാതെ നമുക്ക് ഇറങ്ങി PR ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അനുമോളെ ഞാൻ മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും പല കാര്യങ്ങളും. അതിന്റെ ബാക്കിൽ എന്താന്ന് എനിക്കറിയില്ല. അനുമോൾ എന്റെ അടുത്ത് ഒരുപാട് ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല അതിനെപ്പറ്റി പോകുന്നതിന് മുമ്പൊക്കെ. അനുമോൾ ഒരു ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരാം, എങ്ങനെ പറ്റാവുന്ന രീതിയിൽ പ്ലേ ചെയ്തിട്ട് വരാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കാർ എടുക്കാൻ തന്നെ, അപ്പൊ ഞാൻ കാർ ചേഞ്ച് ചെയ്ത സമയത്ത് തന്നെയാണ് അനു കാർ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അനു ബുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് വയ്ക്കും, ബുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് വയ്ക്കും. പിന്നെ അവസാനം ഷോറൂമുകാർ വിളിച്ച് അവസാനം നാണക്കേടായിട്ടാണ് ആ കാർ എടുക്കുന്നത്. അപ്പൊ ചേട്ടാ എനിക്ക് എന്തിനാ കാർ ചോദിക്കും. ഞാൻ പറഞ്ഞത് ഈ ഒരു ആർട്ടിസ്റ്റൊക്കെ ആയില്ലേ, ഒരു കാറൊക്കെ ഇതിലൊക്കെ യാത്ര ചെയ്യൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം ദൂരെയൊക്കെ പോകണമെങ്കിൽ രാത്രിയൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യും.
അപ്പൊ എനിക്ക് തോന്നുന്നില്ല അനുമോള് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് PR ചെയ്തു എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആസ് എ ഷോ പ്രൊഡ്യൂസർ ഇപ്പൊ ചേട്ടൻ കുറെ ഷോസ് ചെയ്തോണ്ട് നോക്കി PR കൊണ്ട് മാത്രം ഇങ്ങനത്തെ ഒരു ഷോ ജയിക്കാൻ പറ്റുമോ? നമുക്കും ആസ് എ വ്യൂവർ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഓഡിയൻസിനും ഡൗട്ടാണ്, ഇങ്ങനെ PR കൊണ്ട് വോട്ട് കയറ്റി അങ്ങനെ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ ചേട്ടനോട് ഞങ്ങൾ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ ഇത് എങ്ങനെയാണ് ഒരാളുടെ സ്റ്റഫ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. PR എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലായിടത്തും PR വേണം. ഇപ്പൊ ഒരു പടം ചെയ്യുകയാണെങ്കിൽ അതിന് PR വേണം, എന്നാലും അത് ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. നമ്മള് മാക്സിമം നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ PR. ആൾക്കാരിലേക്ക് എങ്ങനെയല്ലേ എത്തിക്കുക. അവർക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ വോട്ട് ചെയ്യുക വേണ്ടെന്ന് അവരുടെ തീരുമാനമാണ്. അത് അവര് ചിന്തിക്കണ്ട. അതിന് PR ചെയ്തു PR ചെയ്തില്ല എന്നുള്ള ഒരു ഇതില് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ PR പറ്റി ഇത്രയും സംസാരം വരുന്നത് എനിക്ക് തോന്നുന്നു ഈ സീസണിലായിരിക്കും. ഒരു PR കൊടുക്കുന്ന ഇത്രയും എല്ലാ സീസണിലും ഉണ്ട്, ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും PR ഉണ്ട്. അപ്പൊ ഇത്രയും മോശമാണോ ഈ സീസണിൽ വന്നിട്ട് ഇത്രയും പേര് അനുമോളെ ഒരു PR പേരിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നത് PR കൊടുക്കുന്നത് ഇത്രയും മോശമാണോ, ഇത്രയും എന്താണ് എല്ലാരും PR തൂക്കി പിടിച്ചേക്കുന്നത് എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. ചേട്ടൻ അങ്ങനെ PR കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് ചേട്ടന് തോന്നാറുണ്ടോ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ. അല്ലെങ്കിൽ ആ സ്ഥാപനം പറയണം നിങ്ങൾ ആരും PR ചെയ്യരുത്, PR ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം എന്നൊക്കെ ഒരു നിബന്ധന ഉണ്ടോന്ന് എനിക്കറിയില്ല. അതിപ്പോ അടുത്ത സീസൺ വരുമ്പോ അടുത്ത കണ്ടസ്റ്റൻസിൽ പറയാലോ PR വേണോ ചെയ്യണോ വേണ്ടതെന്ന്. ബട്ട് ഒരു നിശ്ചിത അളവിൽ PR വേണം ഒരു ഷോയ്ക്ക്, എന്നാലേ ആ ഷോ പുറത്ത് വർക്കൗട്ട് ആവത്തുള്ളൂ. ഇപ്പൊ ഞങ്ങള് സ്റ്റാർ മാജിക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു PR ആവശ്യം വന്നില്ല. കാരണം അതിലാവശ്യത്തിന് അത്രയും നാൾ ഓടിയത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് റീച്ചായി. അതൊരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വളർന്ന ഷോ ആണത്. പക്ഷെ ഇത് ഇത്രയും ഷോർട്ട് ടൈം ആയിട്ടുള്ള ഷോസ് ഒക്കെ ആവുമ്പോ ചിലപ്പോ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ വേണ്ടി പല ടാക്ടിക്സുകൾ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിരിക്കും PR. ഇപ്പൊ അനുമോളുടെ ഈ കാറിന്റെ കാര്യമൊക്കെ അവിടുത്തെ പല കണ്ടസ്റ്റൻസും റീ എൻട്രി ഇപ്പൊ ചെയ്ത ഒരു സമയമാണ് ഈ ടൈമില്. റീ എൻട്രി ചെയ്തപ്പോ അനുമോൾക്ക് വീടിന് ലോൺ ഇല്ല, കാറിന് ലോൺ ഇല്ല, ഒരു ബാധ്യതയില്ല, ഇവള് ചുമ്മാ പറയണ ബാധ്യത ഉണ്ടെന്ന്. അനുമോളെ എടുത്തെടുത്ത് ഇവരെല്ലാം 16 ലക്ഷം എന്ന് പറയുമ്പോഴത്തേനും അനുമോൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് അത്രയും ലക്ഷം ഉണ്ട്, ഞാൻ എന്തിനു ഈ ഷോയ്ക്ക് വരുന്നത്, ഞാൻ വീട്ടിലെങ്ങാനും ഇരുന്നുകൂടെ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്തുകൂടെ, അത്രയും ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വീടിന്റെ ലോൺ അടച്ച് തീർത്തൂടെ, അങ്ങനെ അനുമോൾ പറയുന്നുണ്ട്. എന്നാലും ചിലവർ പറയുന്നു ഒരു ബാധ്യതയില്ല, അനുമോൾ ഫ്രീ ആണ്, ചുമ്മാ പറയുന്നതാന്നും പറയുന്നുണ്ട്. അതിനോട് എന്താണ് ചേട്ടന് പ്രതികരിക്കാനുള്ളത്? എങ്ങനെ വേണമല്ലോ ആയിക്കോട്ടെ, ആ കുട്ടി നന്നായിട്ട് ഏൺ ചെയ്യുന്നു. ആക്ച്വലി കാർ എടുത്തൊക്കെ ലോൺ പ്രകാരമായിരുന്നു. എനിക്കറിയാം, നമുക്കറിയുന്ന ഒരു ആൾക്കാരായിരുന്നു കാറൊക്കെ ഡെലിവറി ചെയ്തത്. ആ സമയത്ത് ലോൺ ആയിരിക്കും. അനുമോള് എപ്പോഴും സേവ് ചെയ്തിട്ട് ചിലപ്പോൾ അത് ക്ലോസ് ചെയ്ത് കാണും. അത് അവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ. അതിന് നമ്മളിതിന്റെ അഭിപ്രായം പറയാൻ പോകുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒബ്വിയസ്ലി അവര് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്, നമുക്കറിയാം. നമുക്ക് അനുമോളുടെ ആദ്യത്തെ കാലത്തെ പേയ്മെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അത് ആ കുട്ടിയുടെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രീസ് ഒക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നതാണ്. ഓരോ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വേരിയേഷൻ ഒക്കെ വരുത്തിയിരുന്നു. ബട്ട് അനുമോള് എപ്പോഴും കുറച്ച് സേവിങ്ങിന്റെ ആളാണ്. ഇപ്പൊ ഈവൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് പോലും ഞങ്ങൾ പറഞ്ഞു ഒരു ലഡു എങ്കിലും വാങ്ങിച്ചു തരാന്ന്, അതുപോലും വാങ്ങിച്ചു തരാത്ത ആളാണ്. അപ്പൊ ഞങ്ങൾ അത്രയും നമ്മളുടെ ഒരു ചാനലിൽ വന്ന് അവിടെ റീച്ച് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു മസ്റ്റായിട്ടും എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ഓ ചേട്ടാന്ന് പറഞ്ഞു. പിന്നെ കാണാനില്ല ആള്. അപ്പൊ ഞങ്ങള് കോർ ടീമിനെങ്കിലും വിളിച്ച് ചെയ്യാന്നൊരു ഡിന്നറോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളുടെ ഒരു സന്തോഷത്തിന് പറയുമല്ലോ. അനുമോള് എപ്പിസോഡിൽ കയറി കരഞ്ഞു. വൈകുന്നേരം ബാഗ് കൊടുത്ത് അനുമോള് പോയി, ചേട്ടൻ ബസ് വന്നെന്ന് പറഞ്ഞു. ആ അനുമോളാണ് 16 ലക്ഷം രൂപ അല്ലെ. ഇതിന്റെ കപ്പടിച്ചോണ്ടോ എന്തെങ്കിലും ട്രീറ്റ് ഒക്കെ തരുമോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. എന്താ കോൺഫിഡൻസ്? ചിലപ്പോ ഇറങ്ങി വരുമ്പോ ആരൊക്കെയാന്ന് ചോദിക്കുന്നതൊക്കെ. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സെൽഫിഷ് ആണ് അനുമോള്, ഭയങ്കര സെൽഫിഷ് ആണ്. സ്വന്തം കാര്യം മാത്രമാണ് അനുമോള് നോക്കുന്നുള്ളൂ, മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർ വേദനിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സെൽഫിഷ് ക്യാരക്ടർ ആണോ അനുമോളുടെ? സെൽഫിഷ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ കാര്യങ്ങൾ സെൽഫിഷ് ആയിരിക്കാം. ബട്ട് നമ്മളങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോ പലരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതും അതിനകത്ത് ഇടപെടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു ന്യൂസ് ക്യാച്ചറാണ്. എവിടെ പോയാലും ഇപ്പൊ ഒരാളുടെ കാര്യം ചോദിക്കണമെങ്കിൽ അനുമോളുടെ വിളിച്ച് ചോദിച്ചാൽ മതി. ആ പുള്ളിക്കാരൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ അനുമോള് 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരും. നമുക്ക് മിണ്ടാൻ പറ്റുന്നതാണ്.
പറയും ചേട്ടാ അത് അങ്ങനെയല്ല ചേട്ടാ, പുള്ളി അങ്ങനെയാണ് ചേട്ടാ, എങ്ങനെയാണ് ചേട്ടാ എന്ന് പറയും. ഓ ശരി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കാര്യം അവിടെ പോയി പറയും. ഞങ്ങൾക്ക് അതൊരു ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൊണ്ട്. അപ്പൊ ഞങ്ങളത് പിന്നെ വലിയ ഒരു കുട്ടിക്കളി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അല്ല, അനുമോളെ സ്റ്റാർ മാജിക് കാണുമ്പോ ലൈക്ക് ഇങ്ങനത്തെ ഒരു കുലസ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ കുലസ്ത്രീ പദങ്ങളൊന്നും നിങ്ങൾ ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ അനുമോളെ പറയുന്ന ഒരു മോഡേൺ കുലസ്ത്രീ എന്നാണ്, ഒരു കുലസ്ത്രീ ക്യാരക്ടറാണ് അനുമോളുടെ എന്നാണ് എല്ലാരും പറയുന്നത്. കാരണം ആണുങ്ങൾ അടുത്തിരിക്കുന്ന അനുമോൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് അനുമോള്. ഇല്ല, ഞങ്ങള് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന ആളും അങ്ങനെയൊക്കെയാണ്. അനുമോൾ എല്ലാവരുടെ അറ്റാച്ച്ഡ് ആണ് കൂടുതൽ. ആ ഫ്ലോറിൽ ഈവൻ എല്ലാ ക്രൂവിന്റെ അടുത്ത് പോയും സംസാരിക്കുന്ന ഒരാളാണ് അനുമോള്. എല്ലാവരായിട്ടും കണക്ഷൻ ഉള്ളതാണ്. അനുമോളിന് ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഏതൊക്കെ ജില്ലയിലെ ആൾക്കാരുണ്ടെന്ന് അനുമോൾക്ക് ചോദിച്ചറിയാം. ആ ചേട്ടാ ഇവിടെ ഉണ്ടെന്ന് പറയും, ഈ ചേട്ടാ ഇവിടെ ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പൊ കുലസ്ത്രീ അല്ല അനുമോള്, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഞാനത് ഇപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ ഈ കുട്ടി? അനുമോളോ കുലസ്ത്രീ ഒന്ന്? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അനുമോളെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അകത്ത്. അനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അനുമോളെ പ്രപ്പോസ് ചെയ്തു. അനുമോൾ പക്ഷെ അത് ബ്രദറിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അനുമോളുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചു, പ്രപ്പോസ് ഒക്കെ ചെയ്തു. ലാലേട്ടൻ വരെ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ്. അപ്പൊ അനുമോള് പറയുന്നു എനിക്ക് ഇനി 2 വർഷം കഴിയണം, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം എന്താ പറയാ, അനുമോളുടെ ഒരു വേ ഓഫ് ഇതില് ഇപ്പൊ പലരും പറയുന്നു അത് സ്ട്രാറ്റജിക്ക് വേണ്ടി അനീഷേട്ടനെ യൂസ് ചെയ്തതാണ്, കയ്യും കാലും ഒക്കെ കാണിച്ച്. പക്ഷെ കാണുമ്പോൾ തമാശയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അടുത്ത കണ്ടസ്റ്റന്റ് പറയുന്ന മനഃപൂർവ്വം അനീഷേട്ടനെ അങ്ങനെ പറയിപ്പിച്ചതാണ്, ഗെയിം പ്ലാനിങ് ആണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി അനുമോൾക്കുണ്ടോ? അനുമോള് വന്ന് പോയിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്നല്ലേ. അനുമോള് പല സ്ട്രാറ്റജി അനുമോൾക്ക് അറിയായിരിക്കും. ഞങ്ങള് ആ ഷോയിൽ തന്നെ ഇപ്പൊ തങ്കച്ചനും അനുമോളും എല്ലാവരും പറയുന്നു തങ്കച്ചനെ പറ്റിച്ചു, ഞങ്ങള് തന്നെ ഷോയില് പറയും. ബട്ട് അവര് നല്ല സുഹൃത്തുക്കളാണ്, അത്രേ ഉള്ളൂ. അത് കണ്ടന്റിന് വേണ്ടി നിങ്ങളെല്ലാരും കൂടെ അറിഞ്ഞു ചെയ്തതാണല്ലോ. എനിക്ക് തോന്നുന്നു, എനിക്ക് അനീഷേട്ടന്റെ ഇത് അനുമോള് തമാശക്കാന്നറിയാം, ചില ഇതൊക്കെ മിച്ചായെന്ന് വിളിക്കണോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തങ്കച്ചനും അനുമോളും ഇഷ്ടമാണോ അല്ലയോ എന്നായിരുന്നു എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം ഇഷ്ടമല്ല എന്നല്ല, അവര് തമ്മിലൊരു സിങ്ക് ഉണ്ട്. ആൾക്കാര് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, കുറെ പുറത്തിറങ്ങുമ്പോ കുറച്ച് ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട്, അനുമോളുടെ അടുത്ത് തന്നെ ചോദിച്ചാണ് ആ തങ്കച്ചൻ നീ വഴിയാതാരാക്കിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഇങ്ങനെ പറയുന്നു ചേട്ടാ, അത് കാര്യാക്കണ്ട. പക്ഷെ അതൊരു ടോക്കായല്ലോ, ഒരു ടൗണിലൊരു ടോക്കായി. ഞങ്ങള് ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗം അത് ഇങ്ങനെ വർക്ക്ഔട്ട് ആയി പോയി. ആ സ്ക്രിപ്റ്റ് ഇപ്പോഴും കടന്ന് കറങ്ങുന്നുണ്ടോ തോന്നുന്നു. കാരണം തങ്കച്ചൻ ചേട്ടന്റെ അനുമോളെ തങ്കച്ചനെയും ചതിച്ചു, ഇപ്പൊ അനീഷിനെയും ചതിക്കുന്നു. അല്ല, ഇപ്പൊ 2 നായകന്മാര് വന്നു. ഇപ്പൊ കുറെ റീൽസ് അങ്ങനെ ഇറങ്ങുന്നു. ആദ്യം സ്റ്റാർ മാജിക്കില് തങ്കച്ചൻ ചേട്ടനെ ഇങ്ങനെ കയ്യും കാലും കാലത്ത് ആശ കൊടുത്ത് തങ്കച്ചൻ ചേട്ടനെയും ചതിച്ചു, ഇപ്പൊ അനീഷിനെയും ചതിച്ചു എന്നും പറഞ്ഞ അങ്ങനെ കുറെ ട്രോൾ. നമുക്കും ഇങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ തമാശയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അനുവിന്റെ ക്ലിപ്സ് വരുന്നത് ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിമ്മിപ്പിക്കുന്നത്, ഞാൻ ഇച്ചായെന്ന് വിളിക്കണോ. അപ്പൊ എനിക്ക് തനി സ്റ്റാർ മാജിക്കില് തങ്കച്ചൻ ചേട്ടനോട് പെരുമാറിയ പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. അല്ല, അവിടെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോ അനു ഒരുപാട് ട്രെയിൻഡ് ആണ്. പലരും ചിലപ്പോ അങ്ങനെ ഒരു സ്പേസിൽ ആദ്യമായിട്ടായിരിക്കും. അനുമോള് കുറച്ചും കൂടി ഞങ്ങളുടെ ഷോ ഏകദേശം ഒരു ബിഗ് ബോസിന്റെ വേറൊരു പതിപ്പാണെന്ന് വേണമെങ്കിലും പറയാം. ഞങ്ങളത് കുറച്ച് ഫണ്ണായിട്ട് എടുക്കുന്നു, ഞങ്ങൾ ഫണ്ണായിട്ട് ചെയ്തു പോകുന്നു. അവിടെ സംഭവിക്കുന്ന ലൈവ് സംഭവങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൽ കൊള്ളാവുന്ന സംഭവം മാത്രം കാണിക്കുന്നു. അതിൽ ചെറിയൊരു സ്ക്രിപ്റ്റഡ് കൊടുക്കുന്നു, എന്താ വേണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരുപാട് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നു. നമ്മളതൊരു കോൺട്രവേഴ്സി ആയിട്ട് കാണിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഒരു ഫൺ മൂഡിൽ അത് എന്റർടൈൻമെന്റ് ആയിട്ട് പോട്ടെ, അതാണ് അതിന് പറ്റിയ ഷോ അതാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നു. ഇതിന് പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. അവിടെ റിയാലിറ്റി കുറച്ച് കൂടുന്നു, സ്ക്രിപ്റ്റുകൾ ചിലപ്പോൾ അധികം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, കോണ്ടന്റുകൾ മാത്രമേ പ്ലേസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. രണ്ടും തമ്മിൽ. പിന്നെ അനുമോളെ ആരും ട്രെയിൻ ചെയ്യുന്നില്ലല്ലോ അവിടെ. അനുമോളെ എങ്ങനെ വേണ്ടെന്ന് ഗൈഡ് ചെയ്ത് ഇവിടുന്ന് നമ്മൾ വിട്ടിരിക്കുകയാണല്ലോ ഓൾറെഡി. അനുമോൾക്ക് അതേ എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നതായിരിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാം, അനുമോളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ആക്കാൻ പറ്റും, അനുമോൾ തെറ്റ് ചെയ്തു എന്ന് അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക്
അതൊന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാന്ന് എല്ലാ കണ്ടസ്റ്റന്റുകളും പറയാറുണ്ട്. എന്ന് വെച്ചാൽ അനുമോൾക്കറിയാം, എല്ലാരും പിന്നെ പറയുന്നതാണ് അനുമോൾക്കറിയാം എന്ത് പുറത്ത് പോകണം പുറത്ത് പോവണ്ട, എവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഇതാവും, ക്യാമറ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കണ്ടന്റ് കൊടുക്കണം അതൊക്കെ ഭയങ്കരമായിട്ട് അറിയാവുന്ന കൂട്ടത്തില് ഭയങ്കര ഒരു നടിയാണ് എന്നാണ് അകത്ത് സത്യം. ആ സത്യത്തിൽ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഗുണമാണോ അവിടെ കാണിക്കുന്നത്? അനുമോൾക്കറിയാം ഷോയില് സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് ഏതൊക്കെ ക്യാമറ എവിടെ ഇരിക്കുന്നു, ഏതൊക്കെ ഇതിൽ കറക്റ്റ് ക്ലോസ് വരുന്നു അനുവിന് അറിയായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇരുന്നപ്പോ ഒരു 10-12 ക്യാമറ ഉണ്ടായിരുന്നു. എല്ലാ ക്യാമറയും അനുമോള് ഇവിടെ നിന്നാൽ കറക്റ്റ് കിട്ടും. പിന്നെ എപ്പോഴും മികച്ചു നിൽക്കണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അപ്പൊ അതങ്ങനെ നോക്കി ആ ക്യാമറയിൽ നിൽക്കും, കറക്റ്റ് അവിടെ വന്ന് നിൽക്കും. ഏതിലൊക്കെ കറക്റ്റ് പ്ലേസ്മെന്റ് വരാന്ന് അനുമോൾക്കറിയാം. അവിടെ പോയി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലായില്ല. എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് ലാലേട്ടന്റെ എപ്പിസോഡ് പക്ഷെ എപ്പോഴും അനുമോൾക്ക് ചീത്ത കിട്ടാറുണ്ട്. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീത്ത കേട്ടോണ്ടേ ഇരിക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ സമയത്ത്. ഞങ്ങള് വഴക്ക് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ചീത്ത കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. ഫ്ലോറില് ഒരുപാട് വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഞങ്ങള് സ്കിറ്റൊക്കെ ചെയ്യിപ്പിക്കുമ്പോ അത് ഡയലോഗ് ഞങ്ങൾ എഴുതിയ ഡയലോഗ് ആയിരിക്കില്ല അനുമോളുടെ വായിന്ന് വരുന്നത്. ചിലപ്പോ അത് തെറ്റിയിട്ടുണ്ടാവും. ഞങ്ങള് ചിലപ്പോ അതുപോലെ വിട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അനുമോളെ സംബന്ധിച്ച് ഇത് സ്വാഭാവികമാണ്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എപ്പോഴും ചീത്ത കേൾക്കുന്നതാണ്. അതാന്ന് തോന്നുന്നു. അനുമോളുടെ ഫാമിലി ആയിട്ട് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനുമോൾക്കുള്ള PR ആണോ ഈ ഇന്റർവ്യൂ? അനുമോളായിട്ട് കുറച്ചും കൂടെ അടുത്തറിയാതെ ചേട്ടനായതുകൊണ്ട് ഒരുപാട് പേരുണ്ടല്ലോ അനുമോളായിട്ട് അടുത്തറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് അനുമോളായിട്ട് അടുത്തുള്ള ചേട്ടനെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. ആര് പറഞ്ഞു? അയ്യോ സത്യമായിട്ടും ആണോ? ഞാൻ വേറെ ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഇതൊരു PR ആണോ? അനുമോള് പൈസ തന്നിട്ടാണോ ഇന്റർവ്യൂ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെനിക്കറിയാം. എനിക്ക് 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി 11 ആർക്ക് കൊടുത്തു? അത് പറയത്തില്ല. ബാക്കി 11ഒക്കെ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ഇനി എല്ലാരും കമന്റ് ഇട്ട് എന്റെ ഇന്റർവ്യൂ എടുക്കാനാന്ന് വിളിച്ചു വളർന്ന് പറഞ്ഞിട്ട് ഇവിടെ അനുമോളെ പറ്റിയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ മറന്നുപോയി. ഇല്ല നിർത്തി. അനുമോളുടെ ടോപ്പിക്കേ കഴിഞ്ഞു. പോരെ എന്തായാലും ആൾക്കാർ കാണട്ടെ. അതെ ആൾക്കാരൊക്കെ ഈ കൊച്ചിനെ എന്ത് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റിനെ ബഹുമാനിച്ചുവിടെ, അനുമോളുടെ ടോപ്പിക്കാണോ ചോദിക്കണേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് അനുമോളായിട്ട് ബന്ധപ്പെട്ട ഒരു ഇപ്പൊ ചൂടേറിയ ആഴ്ചയാണല്ലോ. ഈ ആഴ്ച കൂടെ കഴിഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇടാൻ കണ്ടന്റ് ഒന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആരെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? പുതിയ എന്തെങ്കിലും സംഭവം വരണ്ടേ? ചേട്ടനൊക്കെ തന്നെ ഇപ്പൊ നമ്മുടെ ചാനൽ എത്രാമത്തെ പ്രാവശ്യം അതന്നെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മടുത്തില്ല എന്നെ കൊണ്ട്? ഇല്ല, അത് ചേട്ടന്റെ ഹിസ്റ്ററികൾ മൊത്തം. ഇത് ചേട്ടനെ വിളിച്ചു വരുത്തി വേറെ ആളുടെ ഹിസ്റ്ററി മൊത്തം. ചോദിക്കും അടുത്ത് ചോദിക്കും. അനുമോളെ പറ്റി ചോദിക്കും. അനുമോള് കോൺഷ്യസ് ആണോ? മേക്കപ്പ് ചെയ്യാറുണ്ടോ? അതൊക്കെ ചോദിക്കൂ. ഇല്ല ഇല്ല. അയ്യോ അനുമോളുടെ വേറെ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇത് മിക്കവാറും പഠിപ്പിച്ചതൊക്കെ പറയും കേട്ടെ. ഇതെല്ലാം ഞാൻ തന്നെ, ഞാൻ ലൈവ് എല്ലാം കാണുന്നുണ്ട്. ഞാൻ തന്നെ ഫോട്ടോ ഡ്രസ് ആയിരിക്കും. വിട്ടോ പിടിച്ചോ. അതെ അതല്ല അല്ല ഈ അനുമോളില്ലേ എല്ലാവരുടെ കാര്യങ്ങള് ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇപ്പൊ ജിസേൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് 7ന്റെ പണിയാണല്ലോ. അപ്പൊ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പൊ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില. അപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ആരുടെയൊക്കെ കള്ളത്തരങ്ങൾ അനുമോൾ പിടിച്ചെടുത്തോണ്ട് ചേട്ടന്റെ മുന്നിൽ ഇട്ടിട്ടുണ്ട്? മേക്കപ്പ് അല്ല, അങ്ങനെ ഈ ആരെങ്കിലൊക്കെ തെറ്റി ഇപ്പൊ റൂള് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂള് തെറ്റിക്കുന്നോട് അനുമോൾക്ക് താല്പര്യം ഇല്ലാത്ത പോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത്. റൂള് തെറ്റിക്കുന്ന ആളാണ്, ഒരു റൂളും പാലിക്കാത്ത ഒരാളാണ് ഈ കുട്ടി. ബിഗ് ബോസിൽ എല്ലാവരും കറക്റ്റ് ഫ്ലോറിൽ ആ മാർക്കി നിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാത്ത ഒരാള് അനുമോളായിരിക്കും. മാത്രമല്ല സ്ക്രിപ്റ്റ് എത്ര എഴുതി കൊടുത്താലും അത് തെറ്റിച്ച് പറയുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ അടുത്തപ്പോ ഒരു ഇത് ഉണ്ടായിരുന്നു. അനുമോൾ ഇപ്പൊ ഏതോ ഒരു പോകുന്നതിന് മുമ്പ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തമ്മേ ചുണ്ടത്ത് എന്ന് പറഞ്ഞിട്ടൊരു റീല്. അതില് മൊത്തം ലിപ്സിങ്ക് തെറ്റാണ്. ഞാൻ അതിനകത്ത് പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക്. കറക്റ്റ് ലിറിക്സ് ചുണ്ടില് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വരെ അതിന് ലൈക്ക് വരുന്നുണ്ട്. ഞാൻ നോക്കി ഇത് ഏതിനാണ് അതല്ലേ അനുമോൾ അവിടെ സ്റ്റാർ മാജിക്കിലും ഭയങ്കര പാട്ടിന്റെ ഒക്കെ വരുമ്പോഴത്തേനും ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു. ഇഷ്ടമുള്ള പാട്ടല്ല, നമ്മള് ബാക്കിൽ പ്ലേ ചെയ്യുമ്പോ അനുമോളുടെ വായിൽ വരുന്ന ലിറിക്സ് വേറെ ആയിരിക്കും. ആ പാട്ട് എന്ത് നല്ല പാട്ടായിരിക്കും അറിയോ? ആ പാട്ട് അവിടെ പാടി അഭിനയിക്കാൻ പറയുമ്പോ
വേറെ എന്തോ സംഭവമായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഏത് പാട്ടാന്ന് വിചാരിക്കും. അതെ അതെ, ലക്ഷ്മി ചേച്ചി എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഇത് ഏതൊക്കെ പാട്ട്. ഞങ്ങൾ എന്നിട്ട് ആലോചിക്കും ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യും ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ എഡിറ്ററെ വിളിച്ച് പറയും 2-3 ടേക്ക് എടുത്തു, ഒരു രക്ഷയില്ല, എങ്ങനെ ചെയ്തു തരണം എന്ന് പറയാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണല്ലേ. പക്ഷെ അനുകൊണ്ട ഡാൻസ് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ പ്രൊഫഷണലി കളിക്കൊന്നല്ല, അത് കളിക്കുമ്പോ ഒരു രസം ഉണ്ടാവും. അതെ അതെ, കളിക്കുമ്പോ ഒരു രസം ഉണ്ടാവും. അതിന്റെ ഒക്കെ ഈ എന്നായിരുന്നു മൊത്തത്തിൽ അനുമോള് വെച്ചിട്ടുണ്ടെങ്കിൽ അനുപേട്ടൻ എന്നെ കൊല്ലും. എന്നാലും ഞാൻ ചോദിച്ചു അതൊരു ഇതിന്റെ ഇതിൽ പറഞ്ഞ വേറെ കേട്ടോ ഉണ്ടാട്ടോ കുറച്ച് ലൈവ് വന്ന് വിചാരിക്കും. അതെ, എന്തായാലും പൊങ്കാലകൾ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഹസ്ബൻഡിന് അതെ അതെ, നല്ല രീതിയിൽ. ഈ സ്റ്റാർ മാജിക്കില് ഞാൻ ചോദിക്കട്ടെ, ഈ സ്വന്തമായിട്ട് ഈ ചാനൽ ഉണ്ടായിട്ട് ഇത് എങ്ങനെ ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റുള്ളൂ? അങ്ങനെ ഇപ്പൊ പറയാം. അതിന്റെ ഒരു മോട്ടീവ് എന്താണ്? മോട്ടീവ് ഞാൻ ഇതിനു മുന്നേ ആങ്കർ ആയിരുന്നു, വേറെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം ചാനലിൽ ഇങ്ങനെ വന്നിരുന്നു എങ്ങനെ പറയാൻ പറ്റുന്നു ചോദിച്ചത്. അതൊക്കെ ഒരു എന്താ പറയാ തൊലിക്കട്ടിയ കോൺഫിഡൻസ് എന്താണെങ്കിലും പറയാം. ഞാൻ ബാക്കിലുള്ള ആരാണ്? ബാക്കിലാണ് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. എന്റെ ഹസ്ബൻഡിന് യാതൊരു പങ്കുമില്ല കേട്ടോ. ഇല്ല, കോൺഫിഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗുമ്മിനൊക്കെ പറയാം. കോൺഫിഡൻസ് ആണ് എന്റെ, ഇങ്ങനെ സ്വന്തം ചാനലിൽ ഇരിക്കുക, വേറെ ചാനലിൽ വിളിക്കുന്നില്ല. അതെ, അയ്യോ അത് ഇവിടെ പറയണം കേട്ടോ അനൂപേട്ടൻ. കാരണം ഞാൻ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല സാറ്റലൈറ്റ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്നെ ടെലിവിഷനിലേക്ക് ആരെങ്കിലും വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സി കേരളത്തിൽ തന്നെ അനൂപേട്ടനല്ല എന്നെ സജസ്റ്റ് ചെയ്തത് ചാക്കോച്ചന്റെ ഒരു ഓണം ഷോ. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയ ക്രൂവിന്റെ ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്ത്. നമ്മൾ അല്ലെങ്കിൽ ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അനൂപേട്ടനാട്ടോ എനിക്ക് ആ ചാൻസ്. താങ്ക് യു അനൂപേട്ട, താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം അല്ല ഇങ്ങനെ ഒരു ഷോ, ഇത്രയും നല്ലൊരു ഷോ ഇതിന് മുന്നേ നമ്മൾ ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ആങ്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോ ആങ്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഓണം സ്പെഷ്യൽ ഷോ, അത്രയും ക്രൂവിന്റെ ഒപ്പം. പിന്നെ ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. ഞാൻ എന്ന് വെച്ചാൽ ചാക്കോച്ചനെ പോലെയുള്ള ഒരു നല്ലൊരു മികച്ച ഒരു നടനെ ഒക്കെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. താങ്ക് യു ഏട്ടാ. ഓക്കെ, എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ കാരണം അതാദ്യം ചോദിക്കട്ടെ. എന്റെ കഴിവ് കണ്ടിട്ടാണോ? എന്റെ കിട്ടിയില്ല അതുകൊണ്ട് പടി കൊടുത്ത അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അല്ലല്ല ചുമ്മാ പറഞ്ഞ നമുക്കൊരു കളറിന് വേണ്ടി പറഞ്ഞ. ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓണത്തിന്, കുറച്ച് ടൈറ്റ് ആയിട്ട് എനിക്ക് ഒരുപാട് ഷോസ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ പ്രൊഡ്യൂസർ അപ്പുവിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ നല്ല ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഒരുപാട് റെഫറൻസ് വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ അങ്ങനെ ക്യാച്ച് ചെയ്ത ഒരു സീരിയസ് അല്ല, കുറച്ച് ഫണ്ണായിട്ട് ചെയ്യുന്ന ഒരാള് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പൊ കുറച്ച് ക്ലിപ്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. കുറെ പേര് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി, എന്നാ ഈ കുട്ടി എടുത്ത് വരാൻ പറയൂ, ആ ഈ കുട്ടി ചെയ്ത് നോക്കട്ടെ. അപ്പൊ അപ്പൊ ചോദിച്ചു അത് വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ നല്ല കുട്ടിയായിരിക്കും. പക്ഷെ ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. ഇതിലുള്ള ഏതാണ് ഞങ്ങളുടെ ആങ്കേഴ്സ് ആണ്, എല്ലാവരും നല്ലതാണ്. അപ്പൊ ചാക്കോച്ചനൊക്കെ വന്നപ്പോ നേരത്തെ ചാക്കോച്ചനായിട്ട് അപ്പൊ എനിക്കപ്പോ തോന്നി കുറച്ചും കൂടി നന്നായിട്ട് എന്നെക്ക് നല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു കെന്നെ വരട്ടെ. അപ്പോഴാണ് കെന്നെ വന്നതിന് ശേഷമാണ്, പോയി കഴിഞ്ഞതിന് ശേഷമാണ് പറയണത് കെന്ന ഇതിന്റെ ഓണറായിരുന്നു അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനതൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഞങ്ങളെ എങ്ങനെയും ട്രീറ്റ് ചെയ്യായിരുന്നു. നേരത്തെ പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തില്ല, എല്ലാരും കേക്കട്ടെ. നന്നായിട്ട് ചെയ്തു. അതുകൊണ്ട് നല്ല റേറ്റിംഗ് വന്നു. ആണോ? ആ എത്രയും ചോദിക്കേ? 0. അല്ല കുഴപ്പ ഓണക്കാലത്ത് കുഴപ്പമില്ലാത്ത റേറ്റിംഗ് വന്നു. അത് കേട്ടോ 0 അല്ലല്ലോ. ഇത് രണ്ടും കേട്ടോ ഏതെങ്കിലും. എന്റെ ദൈവം, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അനുവേടെ തന്നെ അടുത്ത വെഞ്ചറിൽ ഞാൻ തന്നെ, വേറെ ഒരു ആങ്കറിനെ വിളിക്കാൻ പാടില്ല, എന്നെ തന്നെ വിളിച്ചിരിക്കണം. ഇതൊരു ഓഡീഷൻ ആയിരുന്നു. ഞാനൊരു കാര്യം പറയുമ്പോ എന്നെ എങ്ങനെ റിയാക്ട് ചെയ്തത് മാത്രമേ ഞാൻ നോക്കിയത്. ഇത്രയും നേരം പിടിച്ചിരുന്നില്ലേ? അത് തന്നെ ഒരു ഓഡീഷൻ അല്ലേ? അതെ അതെ. ഇനി വേണ്ടാട്ടോ, ഇനി ഞാൻ പിടിച്ചു നിന്നു. നന്നായി പിടിച്ചാലും ഇപ്പൊ പൊന്തി പോകുന്നു. അപ്പൊ ഇത്രയൊക്കെ ഫണ്ണൊക്കെ ഉണ്ടല്ലേ. ഞാൻ ആദ്യം ഷോ പ്രൊഡ്യൂസർ അല്ലേ, കുറച്ച് ബഹുമാനത്തോടെ ഒക്കെ ഇരിക്കുകയാണ്. കാണിക്കണല്ലോ, അല്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക. അതെ അതെ. അല്ല ഞങ്ങളുടെ ബാക്ക് സ്റ്റേജിലൊക്കെ അങ്ങനെയാണ്. ഞങ്ങള് ചില സമയത്ത്
ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് പറയുന്ന സംഭവമായിരിക്കും ചിലപ്പോൾ അതിനകത്ത് വരുന്നത്. ഒരുപാട് സംഭവം വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ പലരും അവര് വിചാരിക്കും ഓ എന്റെ കൗണ്ടർ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞങ്ങള് ബാക്കിലിരുന്ന് മോനെ നമ്മുടെ സാധനമാണ് എന്നിട്ട് അവരറിയാം ഇതുപോലത്തെ കുറച്ചെന്തെങ്കിലും പറഞ്ഞു തരണേന്ന് പറയും. ഞാൻ പറഞ്ഞു നോക്കട്ടെ നിന്നോട് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സമീപം എങ്ങനെ ആയിരിക്കും അറിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു എന്ന് പറയും. പിന്നെ ചേട്ടന്റെ ചോദ്യങ്ങൾ ചോദിച്ചില്ല എനിക്കിപ്പോ പെട്ടെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ട സംഭവം കിട്ടിയല്ലോ ഇനിയിപ്പോ നമ്മുടെ ഇല്ല ഞാൻ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ന്യൂ വെഞ്ചറിലേക്ക് പോവാണ്. എപ്പോഴെങ്കിലും മനസ്സിൽ ടെൻഷൻ തോന്നിയിരുന്നു? കാരണം ഇപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സാറ്റലൈറ്റ് ചാനൽ വർക്ക് ചെയ്യുന്നു, നല്ല പൊസിഷൻ ആസ് എ സാലറി ഒക്കെ ആയാലും നമുക്കൊരു ടെൻഷൻ വരില്ല. ഒരു എന്താ പറയാ സെക്യൂർഡ് എന്നൊരു ഫീലായി. അങ്ങനെയല്ലല്ലോ ന്യൂ വെഞ്ചറിലേക്ക് പോകുമ്പോൾ ഒരുപാട് എന്താ റിസ്കുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? അല്ലെ എന്തൊക്കെയാണ് പ്ലാൻസും കാര്യങ്ങളും? അല്ല നമ്മളുടെ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു ചാനലും അങ്ങനെ ചീത്തയായത് കൊണ്ടൊന്നല്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ നമ്മള് ഒരുപാട് കാലം ഒരു സ്ഥലത്തൊക്കെ പോയി താമസിച്ച് നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യണം തോന്നും, ഒരു മാറ്റം വേണം തോന്നും. മാറ്റം എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. അപ്പൊ പുതിയ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് അതിന് ആ ഏരിയയിൽ കുറച്ചും കൂടിയും എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്താൽ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് ഐസ് ബ്രേക്ക് ആവില്ല നമ്മുടെ കരിയർ. ഇപ്പൊ ഒരേ സ്ഥലത്ത് ഞാനിപ്പോ ഓൾമോസ്റ്റ് 10 കൊല്ലം 11 കൊല്ലത്തോളം ഞാൻ ഫ്ലവേഴ്സായിട്ട് വർക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനം അതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടല്ല അവിടെ നിന്ന് വന്നത്. എനിക്ക് തോന്നി അത് ഒരുപാട് പീക്കെത്തി, ഇനി എന്തെങ്കിലും മാറ്റി ചിന്തിക്കണം. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഏതെങ്കിലും ഫിലിമോ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാമല്ലോ. സ്റ്റാർ മാജിക് കഴിഞ്ഞു. ആക്ച്വലി സ്റ്റാർ മാജിക് എല്ലാം ഫിനിഷ് ആയതിനു ശേഷമാണ് ഞാൻ ഫ്ലവേഴ്സിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് ആലോചിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ചാനലിൽ നിന്ന് ഇറങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ സാറ് വിളിക്കുന്നു, വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ചാനൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ തോന്നി വേണ്ടായിരുന്നു. കാരണം പുതിയതൊന്നും ചാനൽ വരാനില്ല, എല്ലാം കണ്ടുപോയി. പിന്നെ അൺയൂഷ്വൽ ആയിട്ട് വളരെ റെയർ ആയിട്ട് ആ മിക്ക ചാനൽ വരുന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ടെലിവിഷനും സിനിമയും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷൻ ഒറ്റ ദിവസം കൊണ്ട് എയർ ചെയ്ത് സംഭവം തീർന്നു. സിനിമകൾ പിന്നെയും പിന്നെ നമുക്ക് റുട്ടീനായിട്ട് കാണാൻ പറ്റും. അത് പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് വരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താന്നുള്ളതാണ്. അപ്പൊ ക്രിയേഷനുള്ള സ്പേസുകൾ കുറഞ്ഞു തുടങ്ങി, ബഡ്ജറ്റ് ഇല്ല, നമ്മൾ പറയുന്ന സംഭവങ്ങൾ ചെയ്യാൻ പല പരിമിതികളും ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ സ്ക്യൂസ്ഡ് ആയി പോകും. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി എന്ന് ഉദ്ദേശിച്ച് ഒരിക്കലും ചാനൽ വെക്കുന്നത് മണ്ടത്തരായിരിക്കും. നമുക്ക് അത്രയും മതിയെങ്കിൽ അത്രേ ഉണ്ടാവത്തുള്ളൂ. നാളെ നമ്മളുടെ ചുറ്റുമുള്ളവർ ചോദിക്കും അവന്റെ ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ പ്രായത്തിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, അത് എവിടെയാണ് നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് തോന്നുന്നു അവിടെ ചെയ്യുക. മാക്സിമം ഞാൻ ഒരുപാട് റിസ്ക് എടുത്തതാണ് പല ചാനലിലും. എനിക്ക് മനോരമയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ചോദിച്ചിരുന്നു, മനോരമ പോലുള്ള സ്ഥാപനത്തിൽ ഇതിനാണ് ഇറങ്ങുന്നത്, ഇത്രയും നല്ല ജോലിയില്ലേ? ആക്ച്വലി ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യണ പോലെയാണ്, ജോലി കിട്ടിയ പോലെയാണ് വീട്ടുകാരൊക്കെ പറയാ. അപ്പൊ ഞാനത് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള അപ്പൊ അത് നമ്മളിപ്പോ അടുത്തതിലേക്ക് ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ ആൾക്കാർ ചോദിക്കും സ്റ്റാർ മാജിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇത് ഷോ ചെയ്യാം. ആക്ച്വലി നമ്മൾ വേറെ പ്രൊജക്ടുകളൊക്കെ പ്ലാനിങ്ങിലായിരുന്നു. അത് പിന്നെ ബഡ്ജറ്റ് വൈസും അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല, വരുന്നില്ല. അതിനുള്ള സാധ്യതകൾ ഇനി എന്താന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ആക്ച്വലി സിയിൽ വന്നത്. സി ഉള്ളൊരു മോഹിച്ചിട്ടല്ല, എന്റെ കൂടെയുള്ള സാറ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ പിന്നെ അത് അത്ര സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇനിയും കൂടുതൽ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. ദയവായിട്ട് ഇവിടം വരെയൊക്കെ എത്തിച്ചു. ഇനിയും മുന്നോട്ട് അതുപോലെ തന്നെ പോകുന്ന വിശ്വാസമുണ്ട്. ബിഗ് ബോസ് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ റിയ വർക്ക് ചെയ്യുന്നുണ്ട്, റിയ എപ്പിസോഡ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അറിയുമോന്ന് അറിയില്ല, റിയ ഡബർ പടാറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഹഫീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്റെ കൊളീഗ്സ് ആണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇപ്പോഴും ഷൂട്ടൊക്കെ കഴിയുമ്പോൾ
ഞങ്ങളുടെ സരിഗമയുടെ ഫ്ലോറിനൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ട്. റിയ വരുമ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ റിയ ആയിട്ട് സ്റ്റാറ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ബിഗ് ബോസിലെ ആൾക്കാർ മുഴുവൻ വന്ന് ആരാന്ന് നോക്ക്, ലൈക്ക് അടിക്കുന്നു. കുറെ പേര് ആരൊക്കെയോ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, റിയ നിന്റെ കൂടെ ഫോട്ടോ ഇട്ടതിന് ശേഷം ഭയങ്കര അനക്കമാണ് ഇൻസ്റ്റാഗ്രാമിലെന്ന് പറഞ്ഞു. കുറെ പുതിയ ആൾക്കാർ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ശരി. അപ്പൊ അതാണത്. അപ്പൊ അവര് അത് സ്കിൽഡായി ഇപ്പോ കുറെ ചെയ്ത് ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതിന്റെ ഒരു മൈൻഡ് സെറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മള് കുറച്ച് പഠിച്ച്, എനിക്ക് നേരെ ചിലപ്പോ അവിടെ കയറിപ്പോയി ചെയ്യാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മൾ ആ മൈൻഡ് ഗെയിം മനസ്സിലാക്കണം. ഏതൊരു വർക്കാണെങ്കിലും അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനകത്ത് കേറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നാളെ പോയി അതങ്ങ് ചെയ്ത് കളയാന്നുള്ള ധാരണയൊക്കെ തെറ്റാണ്. അല്ല, ഏതൊരു കാര്യം അങ്ങനെ ആണല്ലോ, നമുക്കൊരു അതിന്റെ ഡീറ്റെയിൽ പഠിച്ചാൽ എന്താന്ന് അറിയണല്ലോ. അതെ, മനസ്സിലായി. അതുകൊണ്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ ഉള്ളവര് നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. നമ്മളതിന് ചെയ്ത് കൊളാക്കണ്ടല്ലോ. ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ട്. അല്ല, അത് അങ്ങനെ ഒരു സാധ്യത വരികയാണെങ്കിൽ ആ സമയത്ത് താല്പര്യം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇതുണ്ടെങ്കിലോ ആ സമയത്ത് ആലോചിക്കാം. പക്ഷെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, നല്ലായിരിക്കും. മൈൻഡ് ഗെയിം അല്ലേ. പക്ഷെ അനുമോളില്ലല്ലോ, അനുമോൾ ഈ സീസണോട് ഇറങ്ങല്ലേ. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചാ വരുമോ ബിഗ് ബോസിലോട്ട്? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇടണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം ചെയ്യാൻ ഡയറക്ടർ ആണെങ്കിൽ ഞാൻ വരും. എന്നെ ജയിപ്പിക്കണേ. എനിക്ക് കപ്പ് ഡയറക്ടേഴ്സ് ആൾക്കാർ ജയിപ്പിക്കാനല്ലോ, അവരെങ്ങനെ അതിൽ കണ്ടന്റ് വർക്ക് ചെയ്യാൻ നോക്കുന്നത്. അതെ, അത് സത്യം. അത് വോട്ടിംഗ് ആണല്ലോ, ജനവിധി ആണല്ലോ. ഞാനും കൊടുക്കും PR ഒക്കെ. ഇങ്ങനെ എന്തിന് ഇത്രയും വലിയ ചാനലുള്ള പിന്നെ എവിടെ PR? അയ്യോ, ഇനി ഞാൻ അനുമോളുടെ കാര്യം സംസാരിച്ച് ഇപ്പൊ എന്നെ അങ്ങ് ബിഗ് ബോസിൽ വിളിച്ചാ ചേടാൻ പോവോ? എന്തിന്? ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇപ്പൊ അകത്തോ പുറത്തോ? അകത്ത്. അല്ലല്ല, അകത്ത്. എന്തിന്? ഞാൻ അതിനെ പറ്റിയ ആളല്ല. ചുമ്മാ അറിയാൻ പറ്റൂലോ എന്തൊക്കെയായിരിക്കും നമ്മുടെ നെഗറ്റീവ്സ്, പോസിറ്റീവ്സ്. എല്ലാരും പറയുന്നു ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ 100 ദിവസം കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് അറിയാൻ പറ്റും. അത് നമുക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് അറിയാൻ പറ്റത്തില്ല. എന്നെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല. ഒരു 10 ദിവസം നമ്മൾ ഡയറക്റ്റ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് മനസ്സിലാവില്ല. പറഞ്ഞു കൊടുത്തേ എത്ര വർഷമായി അല്ലേ, എങ്ങനെയുണ്ട്? അവന്റെ ജോലി പോകാണ്ടിരിക്കാൻ വേണ്ടി അവങ്ങനെ കാണിച്ചോണ്ടിരിക്കും. വീണ്ടും എനിക്ക് നോക്കിക്കോ. അനുമോളെ അപ്പൊ ജയിപ്പിക്കുന്നത് അനൂപേട്ടനാന്നാണ് എല്ലാരും പറയുന്നത്. അതെ, 16 ലക്ഷം എന്റെ പോക്കറ്റിൽ കിടക്കാണ്. അതെ, 16 ലക്ഷം രൂപ തന്നല്ലേ? അത് ഞങ്ങൾക്കറിയാം. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചോദിച്ച് ലാസ്റ്റ് കൺക്ലൂഷനില് എത്തിപ്പിച്ചിരിക്കുന്നത്. 16 ലക്ഷം കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആണോ? പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞ തമാശ. എന്തെങ്കിലും കിട്ടണ്ട പ്രൊമോ അടിച്ചിടുമ്പോ. അതെ, എങ്ങനെ മനസ്സിലായും? ഞാനും ഈ ജോലി തന്നെയാണല്ലോ ചെയ്യുന്നത്. അത് ഞാൻ മറന്നുപോയി. അല്ല, പുതിയ പടത്തില് ഇപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാ? പടത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാറായിട്ടുണ്ടോ? കാരണം അനുപേട്ട ഉണ്ട്, ഞാൻ കുറച്ച് പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്തു. ഡയറക്ഷൻ തന്നെയല്ലേ? പിന്നെ ഒബ്വിയസ്ലി. എങ്ങനെയൊക്കെ, ഏത് ജോണറാണ് നോക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിന്റെ പല ജോണേഴ്സ് ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ട്. ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു അനുപേട്ട ഒരു കോമഡി പടം ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ അതല്ല നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് പറഞ്ഞു നമുക്കൊരു പടം തുടങ്ങാം, നമുക്കൊരു സംഭവം ചെയ്യാം. പക്ഷെ എനിക്ക് അങ്ങനെ ആ ഒരു കോമഡി ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. കോമഡി ചെയ്യാൻ തന്നെ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാനൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ജഗതി ചേട്ടന്റെയും അങ്ങനെയുള്ള ഒരുപാട് കോമഡി പഴയതിരുന്ന് കാണാറുണ്ട്. പല സമയത്ത് സ്റ്റാർ മാജിക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കണ്ടോ അതിലുള്ള കോമഡി ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ എന്തെങ്കിലും ഒന്ന് പറയടാന്ന് പറയും. എന്നിട്ടാണ് ചില സമയത്ത് സ്പൂഫ് ഒക്കെ കൊണ്ടുവരിക. ഇവന്മാരെല്ലാം കളിച്ച് കൊളാക്കി അതൊരു വേറെ ട്രെൻഡായി. പിന്നെ അപ്പൊ അത് വാക്കിങ് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കുറച്ച് പേര് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 2-3 പേര് ഇപ്പോഴും പടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്ക് നടക്കുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ടുണ്ട്. സ്റ്റാർ മാജിക് ചെയ്യുന്ന സമയത്ത് അതിനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇടയ്ക്ക്, ഒരുപാടല്ല കുറച്ചൊക്കെ പേര് ഇടയ്ക്കൊക്കെ
വന്ന് കഥ പറയട്ടെ, നമുക്കൊരു സംഭവം ചെയ്താലോ. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന് അവരറിയാലോ ഇവരെ അറിയാലോ. ഞാൻ പറഞ്ഞു അവരറിയും ഇവരറിയാൻ പറഞ്ഞിട്ട് എന്താ കാര്യം, നല്ല കഥയുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയാലേ അവന്മാർ വലിച്ചറിയുന്നു പറഞ്ഞു. അങ്ങനെ പലരും അപ്രോച്ച് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരും ആർട്ടിസ്റ്റുകളെ എല്ലാരും കണക്ഷൻ. അവര് പറയും ചേട്ടാ ഒരു കഥയുണ്ടോ എന്ന് പറഞ്ഞാലോ. അപ്പൊ ചിലപ്പോ നമ്മള് പറയുന്ന ആരെങ്കിലും വരുമ്പോ പറയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ചേട്ടാ ഒരാള് കഥയായിട്ട് വന്നിട്ട് നമുക്ക് കേൾക്കാം, അത് നീ കേട്ടിട്ട് പറഞ്ഞാൽ മതി, നിനക്ക് ഇഷ്ടപ്പെട്ട വേണേ നമുക്ക് നോക്കാന്ന് പറയും. അപ്പൊ ഞാൻ പറയും അയ്യോ ഞാൻ അങ്ങനെ പറയാന്ന് പറയും. ഞാൻ അങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കും. പടം ചെയ്യണമെന്നുണ്ട്, കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ബട്ട് സ്റ്റാർ മാജിക് തുടങ്ങുന്ന സമയത്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർ മാജിക് ആ ടൈമിൽ അങ്ങനെ പോയതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറെ നാൾ സംഭവിക്കണം ഇത്. അപ്പൊ ചിലപ്പോ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അറിയണം എന്നൊന്നുമില്ല. ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ മൈലേജ് ഇതുവഴിയാണ് എനിക്ക് വന്നത്. എപ്പോഴും ഇപ്പൊ ഞാൻ പല ഇപ്പൊ ഈ ഇടയിലായിട്ട് ഒരുപാട് സ്റ്റേറ്റുകളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇപ്പൊ തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും ഹൈദരാബാദൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഐഡന്റിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ വണ്ടറായിട്ട് ഡയറക്ടർ എന്ന് ചോദിക്കും. അതേന്ന് പറയാം. അപ്പൊ അവർക്ക് വേണ്ടാണ്, അവര് ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാര് അങ്ങനെ ഫ്രണ്ടിലേക്ക് ഒരുപാട് വരാറില്ല, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഞാനും ചിലപ്പോ എന്റെ സാറും കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കൂടുതൽ സെലിബ്രിറ്റി ഉണ്ടെന്ന് പറയും. ഞാൻ ചോദിച്ചാൽ അതാരാന്ന് ചോദിക്കും, ഇങ്ങോട്ട് തിരിച്ചു ഞാൻ തന്നെയായിരുന്നു. ഇപ്പൊ എനിക്ക് പിടിച്ചിരിക്കാൻ നിന്റെ പ്രൊഫൈൽ വെച്ചിട്ടാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ട്. അതെ ശരിക്കും അനുപേട്ടനൊക്കെ ഇപ്പോഴത്തെ ഷോ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ സെലിബ്രിറ്റീസാ. കാരണം ഷോസ് ഹിറ്റ് ആവും തോറും നിങ്ങളും ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതെ, ഞാന് കുറച്ച് ബാക്ക് ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ഫോട്ടോസ് ഒന്നും ഇടാറില്ലായിരുന്നു. സ്റ്റാർ മാജിക് തുടങ്ങിയ സമയത്തൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഡമാർപ്പട അതിന് മുമ്പത്തെ ഷോസ് ഒന്നും ഞാൻ അങ്ങനെ അധികം പഴയ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒരു ഫോട്ടോ ഒക്കെ ഇട്ടായി ഞാൻ ആദ്യം വിചാരിക്കും ഇതൊക്കെ എന്തിനാന്ന് വിചാരിക്കും. പിന്നെ അത് സ്റ്റാർ മാജിക് തുടങ്ങി. അപ്പൊ ചില ആർട്ടിസ്റ്റുകൾ പറയും ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊളാബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിട്ടിട്ട് പിന്നെ അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ നോക്കിയപ്പോ അതിന്റെ ഒരു ഹരം കണ്ടു. ആൾക്കാര് പറയുന്നു, ചിലപ്പോ ഒന്ന് തെറിവിളി വരുന്നുണ്ട്. രണ്ടുപേരും നല്ലതാണ്. ചില ആൾക്കാർ താഴെ വന്നിട്ട് എപ്പിസോഡ് കൊള്ളൂല അവനെടുത്ത് മാറ്റാൻ പറയും. അപ്പൊ ഞാൻ പറയാം ദേവരാളെ ചിലതൊക്കെ ഫേക്ക് ഐഡി ഒന്നും നോക്കാറില്ല. ഓരോരുത്തരും പിന്നെ ജെന്യൂൻ ആയിട്ട് പറയുന്ന ആൾക്കാർ വരുമ്പോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ കുറെ ആൾക്കാർ അനാവശ്യമായിട്ട് ചീത്ത വിളിക്കാൻ വരും. അത് മൈൻഡ് ചെയ്യാറില്ല, കാര്യം ഫേക്ക് ഐഡിയ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും നമ്മളത് പറയാൻ നിന്നിട്ട് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇടയ്ക്ക് കുറച്ച് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മൾ ചെയ്തിട്ട് ആരും ഒന്നും പറയുന്നില്ല, അതാണ് ഏറ്റവും വലിയ പരാജയം. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുമ്പോ നമുക്കത് ചിലപ്പോ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതിലൂടെയാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത്. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന സ്റ്റോറീസ് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആൾക്കാര് അത് വേണം ഇത് വേണം അത് വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എന്താണ് പൾസ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ വളരെ ഉപയോഗമായിട്ടുണ്ട്. അതെ, ഇപ്പൊ സരിഗമപ്പ ചെയ്യുന്നോണ്ട് ചോദിക്കണം, നല്ല പാട്ടുകാരനാണോ അനുപേട്ടൻ? അയ്യോ, പാട്ട് പാടത്തേ ഇല്ല. പിന്നെ ഒരു മൂളെങ്കിലും ചെയ്യൂലോ. പാട്ടിന്റെ 4 വരെയൊക്കെ ഇത്രയും സരിഗമപ്പ ഇത്ര എപ്പിസോഡ് ചെയ്തപ്പോ എന്തായാലും പാട്ട് എന്തായാലും പാട്ട് ആസ്വദിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പാട്ടിന് പറ്റിയ ആളൊന്നല്ല. പാട്ടിന് പറ്റിയ ആളെന്ന് വെച്ചാൽ പാട്ട് പാടാൻ പറ്റിയ ആളല്ല. ഞാൻ പാടില്ല. ഞാൻ കുറെ കേൾക്കാറുണ്ട്, ഒരുപാട് കേൾക്കാറുണ്ട് പാട്ടുകൾ. മൂളിപ്പാട്ട് പോലും പാടാറില്ല. മൂളിപ്പാട്ടൊക്കെ പാടും, പക്ഷെ ഇത് ഇവിടെ പാടി കഴിഞ്ഞാൽ ഹിറ്റാവും. ഫാൻസ് കൂടിയാലോ അല്ലേ? അല്ലാതെ എല്ലാവരും ഇറങ്ങി പോയാലെന്ന് വിചാരിച്ചോട്ടാ. അപ്പൊ അനുപേട്ട, അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഒരു അനുമോള് തന്നെ അനുമോള് കപ്പ് അടിക്കോ? എന്താണ് അഭിപ്രായം? അടിക്കട്ടെ, നല്ല പ്ലേ ചെയ്യുന്ന ആരെങ്കിലും കപ്പടിക്കട്ടെ. അതല്ല നമ്മള് അല്ലാതെ ഇന്ന ആള് കപ്പടിക്കണം ഇന്ന ആള് കപ്പടിക്കണം പറയാൻ പറ്റില്ല. അനുമോള് നല്ല പ്ലേ ആണ്, അനുമോള് കപ്പടിക്കട്ടെ. അനുമോള് ഇത്ര ദിവസം വന്നതന്നെ വലിയ കാര്യം അനുമോൾക്ക്. അതെ അതെ. ഈ നിങ്ങൾ സ്റ്റാർ മാജിക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ ചർച്ചാ വിഷയം ഇപ്പൊ എങ്ങനെയാ? ഈ അനുമോളുടെ ഈ ടോപ്പിക്സ് ഒക്കെ വരാറുണ്ട്? സ്റ്റാർ മാജിക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ല. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ നേരത്തെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പലരും പല വഴിക്കൊക്കെ പോയി, അതങ്ങ് പോയി, പിന്നെ ആരും അനങ്ങാണ്ടായി. പക്ഷെ ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോ അതിൽ അനുമോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും
ആണോ എന്തെങ്കിലും കണക്കാ? അപ്പൊ അനുമോൾ അകത്തായതുകൊണ്ട് ഇപ്പൊ ആ ഗ്രൂപ്പ് അല്ല 100 ദിവസം കഴിഞ്ഞപ്പോ ഗ്രൂപ്പ് അല്ല ആ ഗ്രൂപ്പ് ഒന്നുമില്ല, നമ്മള് അതൊക്കെ കഴിഞ്ഞപ്പോ ആ ഗ്രൂപ്പൊക്കെ എക്സിറ്റ് ആയി എല്ലാവരും. പലരും പല വഴിക്ക് പോയി. പിന്നെ അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ മാറ്റി. ആൾക്കാർക്ക് ഇപ്പോഴും നൊസ്റ്റാൾജിക് ആണ്, നമുക്കും ഉണ്ട് ആ നൊസ്റ്റാൾജിക് ഉണ്ട്. നല്ല കാലഘട്ടം ഉണ്ട്. പലപ്പോഴും ചിലതൊക്കെ പല ആൾക്കാര് ചില സമയത്തൊക്കെ ഒരു സ്റ്റോറിയൊക്കെ മെൻഷൻ വരും. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ സ്റ്റോറി കാണുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ വല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കാണും പെട്ടെന്ന് ഒരു റിലാക്സ് ആവും. അപ്പോഴെനിക്ക് മനസ്സിലായത് നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് ഡെലിവറി ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും കാലം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആരെങ്കിലും കാണിക്കും, നമ്മളിതൊക്കെ ചെയ്തിരുന്നല്ലേ, ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന്. അപ്പൊ അതിന്റെ എഡിറ്റേഴ്സ് ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. അവര് ഇപ്പോഴും അവിടെ റിപ്പീറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോ, ചേട്ടാ എന്താന്ന് ചെയ്തു വെച്ചത്, എന്തോരം സംഭവങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പല പല എപ്പിസോഡിൽ ബാക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കത് എന്തൊക്കെയോ ചെയ്തതെന്ന് ഇപ്പൊ പോലും ഐഡിയ കിട്ടാതെ അത്രയധികം കോണ്ടന്റ് അതിനകത്ത് വന്നുപോയി. കൊറേ റിയാലിറ്റി ആണല്ലോ, അപ്പൊ അതിൽ വന്ന എല്ലാ കൗണ്ടറും നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണെന്ന്. പക്ഷെ അത് പിന്നെ അത് കുറെ നാൾ കഴിഞ്ഞ് കാണുമ്പോഴാണ് അത് എന്ത് റിലീഫാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് ഇപ്പഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഇനി ചേട്ടന്റെ ന്യൂ വെഞ്ചേഴ്സും അത്ര ഫോർമൽ ആക്കണ്ടോ? കിട്ടിയോ? കണ്ടന്റ് കിട്ടിയോ? അനുമോളിനെ കിട്ടി. ഇത് വെച്ചിട്ട് ഒരു 1 മില്യൺ ഉണ്ടാക്കണം. അയ്യോ അതെ 1 മില്യൺ കമന്റ് എനിക്ക് ദൈവമേ. എന്തായാലും അനുമോള് ചേട്ടന്റെ സ്വന്തം എന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ എന്റെ സ്വന്തം. ഇനി അത് പറഞ്ഞിട്ട് ആൾക്കാർ പറയില്ല എന്റെ ദൈവം എന്റെ സ്വന്തമൊന്നുമല്ല, അത് നിങ്ങളുടെ സ്വന്തമാണ്. ഇല്ല, അനുമോള് നമുക്ക് എന്താണ് എന്റെ നല്ല കൊളീഗാണ്, വർക്ക് ചെയ്തിരുന്നു. ഞങ്ങള് അത്യാവശ്യം തമാശകളൊക്കെ പറയും, നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. അനുമോള് ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നത് തന്നെ, ബിഗ് ബോസിന് പോകുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് കൊച്ചിയിൽ വന്നിരുന്നു. അപ്പൊ ഡയന ഉണ്ടായിരുന്നു, ആതിര ഉണ്ടായിരുന്നു, പിന്നെ അമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് ഞാൻ വേണം, ചേട്ടനൊന്നും കാണണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു കാണാം. ഞങ്ങൾ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ ഒരു കടയിൽ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാ പിരിഞ്ഞ്. ഞാൻ പറഞ്ഞു നീ പോയി പൊളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കേറിപ്പം പലകി കൊച്ചു എന്ത് കാണിക്കാൻ പോവാണോ, എന്താ അവിടെ കാണിച്ചു കൂട്ടോ, ഒരു പിടുത്തമില്ലാതെ അറിയാം. പക്ഷെ എല്ലാവർക്കും സ്റ്റാർ മാജിക്കിലുള്ളവർക്ക് എനിക്ക് വന്ന് അനുമോളെ അറിയാവുന്നതുകൊണ്ട് അവർക്കൊക്കെ അറിയാം. ഇപ്പൊ ലക്ഷ്മി ചേച്ചി ആയാലും പറയുന്ന കാര്യങ്ങളായാലും അനുമോൾ ഇങ്ങനെയാണ്, അനുമോള് പിശിക്കുകയാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാൻ എപ്പോ ചോദിച്ചാലും എന്തെങ്കിലും കമന്റ് ഇട്ടാ പറയും, താഴെ അനുമോൾക്ക് വേണ്ടി ഒരു ചേട്ടൻ ഒരു പോസ്റ്റ് ചെയ്യണം. ഈ അനുമോളുടെ ഫാൻസിന്റെ അനുമോൾ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്തെന്ന് പറഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കാണാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. കുടുംബ പ്രേക്ഷകർ എന്ന വേർഡ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് എല്ലാം ഈ സ്റ്റാർ മാജിക് എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു 1000 എപ്പിസോഡ് ചെയ്തതില് ഒരു 900 എപ്പിസോഡിൽ അനു ഉണ്ടായിട്ടുണ്ട്. അത്രയെങ്കിലും ഉണ്ടായിട്ടുണ്ട് അനുമോൾ അതിനകത്ത്. അത് തുടങ്ങിയ സമയത്ത് ഒരു 10-20-30 എപ്പിസോഡിൽ ഇല്ലാഞ്ഞിട്ടുള്ള, പിന്നെ ഇടയ്ക്ക് വരാത്ത എപ്പിസോഡ്, എങ്ങനെ പോലും 50-100 എപ്പിസോഡിനകത്ത് ഉണ്ടായിട്ടിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ എപ്പിസോഡിലും അനു ഉണ്ടായിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇത്രയും വലിയ ട്രെയിനിങ് എവിടെ കിട്ടാനാണ്? ലോകത്ത് ഒരു ചാനലിലും ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. അനുപേട്ടൻ പറഞ്ഞാണോ കുടുംബ പ്രഷർ കാണുന്നതാണ് അനുമോളെ ഇങ്ങനെ കാണിക്കരുത് അങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞങ്ങൾ അവിടെ സംസാരിക്കാറുണ്ട്. അനാവശ്യ കാര്യങ്ങള് നമ്മള് പിന്നില്ല കാണിക്കാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. അല്ല, ആവശ്യമുള്ളതൊക്കെ നമ്മൾ ട്രിം ചെയ്ത് ഇപ്പൊ ടെലിവിഷൻ പോകേണ്ടതാണല്ലോ, ഫാമിലി കാണാനുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ആവശ്യമുള്ളതൊക്കെ വിടും. കുറെയൊക്കെ ഫണ്ണാക്കി വിട്ടിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു കയറി കിട്ടിയിട്ടുണ്ട്, കയറി കയറ്റി വിട്ടിട്ടുണ്ട്. അതാണ് അപ്പൊ മൊത്തത്തിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് അതിന്റെ എല്ലാം അവിടെ അനുമോള് ട്രെയിൻഡ് ആണ്. പിന്നെ കപ്പടിക്കോ ഇല്ല എന്നുള്ളത് നാട്ടുകാർ തീരുമാനിക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ചേട്ടാ പൊളിക്കല്ലേ ഇനി ഇപ്പൊ ഇത്ര നേരം ഇന്റർവ്യൂല് 5 മിനിറ്റാണ് എന്നെ പറ്റി സംസാരിച്ചത്, ബാക്കി മുഴുവൻ അനുമോളായിരുന്നു. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എനിക്കിപ്പോ പറയാം. 5 മിനിറ്റോ 1/2 മണിക്കൂർ എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ചേട്ടന്റെ പുതിയ അപ്ഡേറ്റുകൾ അറിയണം ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ചേട്ടന്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയല്ല അനുമോൾ, അതെ അനുമോളെ പറ്റി പറയൂ. പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങി ഒരു അനുമോൾ ചരിത്രമായിരുന്നു നടന്നത്. ഇനി അനുമോളെ കാണാൻ കിട്ടിയില്ലെങ്കിലോ, 100 ദിവസം ഇപ്പൊ കഴിഞ്ഞിട്ട് നമുക്കും അങ്ങനെ ചോദിക്കാൻ പറ്റില്ലെങ്കിലോ, അതുകൊണ്ട് ചേട്ടനെ കിട്ടിയപ്പോ അവസാനം ഈ ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വന്ന് ചീത്ത വിളിക്കാന്ന് എന്റെ പേടി പോ. അല്ല ഇതെങ്കിലും കണ്ടിട്ട് അനുമോളെ നമുക്ക് ട്രീറ്റ് തന്നെ, ചേട്ടന് ലഡു പോലും മേടിച്ചു തന്നിട്ടില്ലല്ലോ മറ്റെന്താ. അയ്യോ അതൊന്നും കേട്ടെന്ന് പ്രതീക്ഷിക്കണ്ട. ഇതെങ്കിലും കണ്ടിട്ട് ഒരു ലഡു ഒരു കോടി രൂപ അവിടെ നിന്ന് വാങ്ങിച്ചു വന്നാലും ചേട്ടാ
കഷ്ടപ്പാടാ ചേട്ടാ അത്. എന്ത് ചേട്ടാ ലോൺ അടക്കണം ചേട്ടാ, സ്ഥലം മാറ്റിട്ടിരിക്കും ചേട്ടാ, എന്നിട്ട് പറയാം എന്റെ അച്ഛനമ്മയെ ഞാൻ ഇങ്ങനെ നോക്കണം ചേട്ടാ. അതല്ല അനുമോട് പറഞ്ഞു, ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഒരു മാസം ഒരു മീഡിയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും, എനിക്ക് ഒരു പ്രോഗ്രാം എന്താണ് ഇറങ്ങാൻ പറ്റൂല, ആൾക്കാർ കല്ലെടുത്ത് എറിയും ചിലപ്പോ. എനിക്ക് പ്രോഗ്രാം കിട്ടിയില്ലേലും വേണ്ട, ഞാൻ ഒരു പ്രോഗ്രാമും ചെയ്യുന്നില്ല, 1.5 മാസം ഞാൻ വേറെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയണതാണല്ലോ അങ്ങനെ അല്ലേ. ഞാനും എന്റെ റൂമിൽ വാതിലടച്ചിട്ടിരിക്കും എന്നാ പറഞ്ഞ കുറച്ചു നാള്. അതെന്താന്നറിയോ, ആ ബിഗ് ബോസിന്റെ ഹാങ് ഓവർ പോവാതിരിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഒരു മാസം നിൽക്കുന്ന. അപ്പൊ ആ പുറം ലോകമായിട്ട് ചിലപ്പോ ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ട്രോമ ഉണ്ടായിരിക്കും ചിലപ്പോ. വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് രാവിലെ 8 മണി എന്ന് പറയുമ്പോ അച്ഛൻ വന്ന് എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ തീരുമാനമായി. എന്റെ ഒരു തീരുമാനം എന്താവാൻ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നമ്മള് കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാണട്ടെ അല്ലെങ്കിൽ വിട്ടേക്ക്. അതെ സത്യം, അത്രേ ഉള്ളൂ. വിചാരിച്ച് കരയേണ്ടത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പൊക്കാൻ ശ്രമിക്കുന്നവരും വീണ്ടും വീണ്ടും എന്നെ അടിച്ച് താഴ്ത്തിയിടരുത്. ഇല്ലല്ല, നീറ്റല്ലായിരുന്നാടാ, ഒരു കുഴപ്പമൊന്നുമില്ല. എന്നയുടെ പോയി ഇടയ്ക്ക് മാറുന്നുണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ എന്ത് ബഹുമാനത്തോടെ ആയിരുന്നു ട്രീറ്റ് ചെയ്തത്. ഈ ക്യാമറ ഓഫ് ചെയ്യരുത്, ഇത് കഴിഞ്ഞിട്ട് പുറത്താരെങ്കിലും തല്ലാണ്ടോന്ന് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പോവാ. ഇല്ല, ഞാൻ നല്ല ബഹുമാനത്തോടെ ആയിരുന്നു. അല്ലേ ചേട്ടൻ ഭയങ്കര പക്വത, ഭയങ്കര പേടിച്ചൊക്കെയായിരുന്നു ഇന്റർവ്യൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇനി നമ്മൾ വീണ്ടും ഒരു വരവും കൂടെ വരാനിരിക്കുന്നു. അല്ല, ഞാൻ ആദ്യമായിട്ടോട്ടെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഇത്രയും ഒരു സിങ്ക് ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നു. ഞാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്നു പഴയ ഇന്റർവ്യൂസ് എടുത്ത് നോക്കൂ. എടാ നീ ഉണ്ടായിരുന്നില്ലേ? ഞാൻ എപ്പോഴും എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം MA ഒക്കെ വന്നിരുന്നപ്പോ ഞാൻ പറയൂ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഇറക്കി ഇരുന്നിട്ട് ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചിലപ്പോ എല്ലാത്തോടെ വന്ന് കയറണല്ലോ, അതുകൊണ്ടായിരിക്കും. എല്ലാ ദിവസം അല്ല 3-4 പ്രാവശ്യം ആയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി എല്ലാ ചരിത്രം ചേട്ടൻ ഞങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ റൂട്ട് തിരിക്കാം. ഞാൻ ചോദിക്കുന്നവന്റെ അടുത്ത് ഇത് എന്തോ പറയാനോട് എന്നെ വിളിക്കണത് ചോദിക്കും. കുഴപ്പമില്ല, ഇനി ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വാ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരണം ഞാൻ. അങ്ങനെ അല്ല ചേട്ടന്റെ ഇനി പുതിയ ഇതൊക്കെ വരുമ്പോഴത്തേനും നമ്മളെ വിളിക്കുന്ന, നമ്മൾ ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കില്ലേ? എന്തിന്? അഭിനയിക്കാൻ. എന്നെപ്പോഴാണ് ചാർജ് ആയത്, കഴിയാറായപ്പോ. അല്ല ഇപ്പോഴാണ് എന്റെ ട്രാക്ക് വന്നത്. ഞാൻ ഇത്ര പക്വതയോടെ പറഞ്ഞോ പക്വതയോട് സംസാരിക്കണം. ചിലര് മുന്നിൽ വന്ന് നിക്കുമ്പോ പക്വത അറിയാണ്ട് വരും. നമ്മള് നേരത്തെ അധികം പരിചയമില്ലല്ലോ. കെന്ന ഇപ്രാവശ്യം ഷൂട്ടിന് ഞാൻ വിളിച്ചപ്പോ, കേരളത്തിൽ ഷൂട്ട് വിളിച്ചപ്പോ കെന്ന വന്നിട്ട് കാലഘട്ടപ്പോ ഞാൻ ദൈവം ഈ കാലത്ത് ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടാവും. എനിക്ക് പേടിയായിരുന്നു, കാരണം ഷോ പ്രൊഡ്യൂസർ അല്ലേ ചേട്ടൻ. അപ്പൊ എങ്ങനെയാ അല്ല ഞാനാണ് ഷോയുടെ ഓർഗനൈസ് ചെയ്ത്, വേറെ പ്രൊഡ്യൂസർ എല്ലാവരോടും അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു, അവരൊന്നും നമ്മളങ്ങനെ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് അവർക്ക് വിളിച്ചു വരണ്ടേ. അച്ഛനൊക്കെ ചിരിച്ചിരിച്ച് വിളിച്ചിട്ടായിരുന്നു. കെന്ന ചോദിക്കാൻ പറഞ്ഞു എങ്ങനെയുണ്ട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കെന്ന ചോദിക്കാൻ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു. അല്ല ആ സമയത്ത് ഞാൻ അനൂപേട്ടനെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റാർ മാജിക് ഇങ്ങനത്തെ വലിയ ഷോ പ്രൊഡ്യൂസർ, അപ്പൊ നമുക്ക് അറിയത്തില്ല. അപ്പൊ അന്ന് ഹലോ എന്നൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഒരു ബഹുമാനാണ് ചേട്ടാ. ബഹുമാനാണ്. അപ്പൊ എന്തായി, നൈസായില്ലേ, പൊളിച്ചില്ലേ? ഹെയറി പോയില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അതെ അതെ, അപ്പൊ അടിപൊളി ആവട്ടെ. അപ്പൊ ഇനിയും അല്ലേ, ഞാൻ ശരിക്കും പറഞ്ഞ ഫ്രീ ആയിട്ടൊക്കെ വരാം കേട്ടോ. എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ പൈസ കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. അല്ലെ കിട്ടിയെ കട്ടിയാൻ ഫ്രീയാക്കാന്ന് വെച്ചിട്ട് കലാശത്തെ പൈസ ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ഫ്രീ ആക്കണ്ട, ചേട്ടന്റെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ എല്ലാം അടിപൊളി ആവട്ടെ. കിട്ടിയില്ലേ? കിട്ടി, ആവശ്യത്തിന് കിട്ടി. സന്ധിക്കും വരും വണക്കം.
അപ്പൊ താങ്ക് യു നിങ്ങള് വിളിച്ചതിനും അതെ കന്നഡ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷം. സന്തോഷം. ഇതിന്റെ ഷോ പ്രൊഡ്യൂസർക്കും താങ്ക് യു പറയാണ്. എവിടെ ഉണ്ട് പുറത്തെവിടെ ഉണ്ടല്ലേ പുള്ളി. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കിയായിരുന്നു 2 ക്യാമറയും വെച്ച് 2 ആൾക്കാരൊക്കെ ഇരുന്നതിന് ശേഷം പുള്ളി കഥ കടത്തിൽ പോയി കളഞ്ഞു. അതല്ലല്ലോ എന്റെ ഷോ വരുമ്പോ ഇങ്ങനെയാ. ഞാൻ കണ്ടന്റ് എടുക്കുന്നുള്ള കോൺഫിഡൻസ് ആണ്. അറിയാലോ അതിന്റെ ആൾക്കാരല്ലേ. ദൈവമേ. അപ്പൊ അടിപൊളി നല്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഏട്ടാ. അപ്പൊ പൊളിക്ക്. ഓക്കെ.